ഞാൻ ഇന്നത്തെ ക്ലാസ്സുകളിലേക്ക് വേഗം പോകാൻ പോകുകയാണ്. ഈ വരുന്ന ദിവസങ്ങളിൽ അതിശക്തമായ വിധത്തിൽ എസ്തേർമാരെ കർത്താവ് ദൈവരാജ്യത്തിന് വേണ്ടി കർത്താവ് എഴുന്നേൽപ്പിക്കാനായിട്ട് പോവുകയാണ്. എത്ര പേർ ചേർന്നവരെ ഹല്ലേലൂയ പറയും? ആമേൻ. ഇന്ന് നമ്മൾ ചാപ്റ്റർ 2 നമ്മൾ വന്നിരിക്കുന്നത്. 2-ാമത്തെ അധ്യായത്തിലേക്കാണ് ഇന്ന് വന്നിരിക്കുന്നത്. ആദ്യത്തെ അധ്യായവും ആദ്യത്തെ ആഴ്ചയിൽ ആദ്യത്തെ ദിവസത്തിൽ ശരിക്കും പറഞ്ഞാൽ എസ്തേറിൻ്റെ പുസ്തകത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷനാണ് ഞാൻ നൽകിയത്. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ എസ്തേറിൻ്റെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തെക്കുറിച്ചും എസ്തേർ എന്ന് പറയുന്ന പെൺകുട്ടി ഇന്നത്തെ കാലത്തെ നമ്മളെപ്പോലുള്ള സ്ത്രീകളിൽ സ്വാധീനം ചെലുത്തുന്ന ഏതെല്ലാം മേഖലകളാണ്, അതായത് എസ്തേറിനെ കുറിച്ചൊരു സ്റ്റഡി തന്നെ, അതായിരുന്നു കഴിഞ്ഞ 2-ാമത്തെ ദിവസം, അതായത് ശനിയാഴ്ച ഞാൻ ക്ലാസ് എടുത്തത്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 2-ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്റർ 2 എഴുതുക. സോ എസ്തേഴ്സ് ഡിവൈൻ പൊസിഷനിങ് ആൻഡ് ഫേവർ. എസ്തേറിൻ്റെ ദൈവികമായ സ്ഥാനാരോഹണവും ദൈവപ്രസാദവും. എസ്തേറിൻ്റെ ദൈവിക സ്ഥാനാരോഹണവും പിന്നെന്താണ്? ദൈവപ്രസാദവും. അതാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ദൈവത്താൽ ഉയർത്തപ്പെട്ട ഒരു വ്യക്തി, അതും ദൈവത്തിൻ്റെ സംപ്രീതിയാൽ, ദൈവത്തിൻ്റെ പ്രസാദത്താൽ ഉയർന്നു വന്ന ഒരു പെൺകുട്ടി, അതാണ് എസ്തേർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വേദവചനങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്പർ 1, ഇന്നത്തെ ആദ്യത്തെ പോയിൻ്റാണ് എ സെർച്ച് ഫോർ എ ന്യൂ ക്വീൻ. പുതിയ രാജ്ഞിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം. അതാണ് അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വചനഭാഗങ്ങളിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊന്ന് മലയാളത്തിൽ ഞാനൊന്ന് വായിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കുന്നില്ല, മലയാളത്തിൽ വായിക്കുന്നു. കാരണം കൂടുതൽ ആളുകളും മലയാളം ക്രൗഡാണല്ലോ, 2 ലാംഗ്വേജും വായിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനുശേഷം അഹശ്വേരോശ് രാജാവിൻ്റെ ക്രോധം ശമിച്ചപ്പോൾ അവൻ വസ്തിയെയും അവൾ ചെയ്തതിനെയും അവളെക്കുറിച്ച് കൽപ്പിച്ച വിധിയെയും അവൾ ഓർത്തു. അപ്പോൾ രാജാവിൻ്റെ സേവകന്മാരായ ഭൃത്യന്മാർ പറഞ്ഞത്, രാജാവിനു വേണ്ടി സൗന്ദര്യമുള്ള യുവതികളായ കന്യകമാരെ അന്വേഷിക്കട്ടെ. രാജാവ് രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലും ഉദ്യോഗസ്ഥനെ നിയമിക്കണം. അവർ സൗന്ദര്യമുള്ള യുവതികളായ സകല കന്യകമാരെയും ശേഖരിച്ച് ശൂഷൻ രാജധാനിയിലെ അന്തപുരത്തിൽ രാജാവിൻ്റെ ഷണ്ണനായി അന്തപുരപാലകനായ ഹേഗായുടെ വിചാരണയിൽ ഏൽപ്പിക്കുകയും അവർക്ക് ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കൾ കൊടുക്കുകയും ചെയ്യട്ടെ. രാജാവിന് ബോധിച്ച യുവതി വസ്തുയ്ക്ക് പകരം രാജ്ഞിയായിരിക്കട്ടെ. ഈ കാര്യം രാജാവിന് ബോധിച്ചു. അവൻ അങ്ങനെ തന്നെ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് 1-ാം അധ്യായത്തിൽ വസ്തി രാജ്ഞിയുടെ തീരോധാനം, അല്ലെങ്കിൽ വസ്തി രാജ്ഞിക്കുണ്ടായ അവഗണന, വസ്തി രാജ്ഞിയുടെ രാജ്ഞി പട്ടം നഷ്ടമായി പോകുന്നതിനെ കുറിച്ചാണ് നമ്മൾ 1-ാം അധ്യായത്തിൽ കണ്ടത്. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ആഴ്ച തന്നെ, ആ രാജാവിൻ്റെ തീരുമാനം ഒരു തിടുക്കത്തിലുള്ള ഒരു റാഷ് ഡിസിഷൻ എന്ന് പറയാവുന്ന ഒരു തീരുമാനമായിരുന്നു. അത്തരത്തിൽ തീരുമാനങ്ങളൊന്നും നമ്മൾ എടുക്കരുതെന്ന് പറഞ്ഞു. സോ ഇവിടെ നമ്മൾ കാണുന്നത് വി ഷുഡ് ഗീവ് ബിഗ് പ്രൈസ് ഫോർ റാഷ് ഡിസിഷൻസ്. അതിൻ്റെ 1-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ കോപം അങ്ങോട്ട് ശമിച്ചു. അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എന്തായി? ദെൻ ഹീ റിമെമ്പേർഡ് വസ്തിയെക്കുറിച്ച് അയാൾ ഓർത്തു. അതുമാത്രമല്ല, പിന്നെന്തായി? അദ്ദേഹം ചെയ്ത ആ പ്രവൃത്തിയിൽ ഒരു ഭയങ്കര കുറ്റബോധവും കൂടെ തോന്നി. ഭയങ്കര റിഗ്രറ്റ് ഉണ്ടായി, ഭയങ്കര ഒരു നിരാശയുണ്ടായി. നോക്കൂ, തിടുക്കത്തിലുള്ള തീരുമാനങ്ങൾ ഇതുപോലെയാണ്. പിന്നത്തെ നമുക്ക് വലിയ നിരാശയുളവാക്കും, കുറ്റബോധം ഉളവാക്കും, വേണ്ട എന്ന് നമുക്ക് തോന്നിപ്പോകും. അതുകൊണ്ട് തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനു വേണ്ടി വലിയ വില കൊടുക്കേണ്ടി വരും. ഒരു രാജ്ഞിയെ തന്നെ നഷ്ടമായിപ്പോയി. എന്നിട്ട് എന്ത് ചെയ്യേണ്ടി വന്നു? ഇപ്പോൾ ഈ അഹശ്വേരോശ് രാജാവിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് നൗ ഹീ റിഗ്രറ്റ്സ് ഇറ്റ്. ഇതിനെക്കുറിച്ച് തനിക്കിപ്പോൾ വലിയ റിഗ്രറ്റ് ഉണ്ടായിരിക്കുകയാണ്. സാധാരണ രീതിയിൽ ഈ റിഗ്രറ്റ് ഉണ്ടാവുമ്പോൾ നമുക്ക് തോന്നും, പിന്നെ ആ വസ്തി രാജ്ഞിനെ വീണ്ടും ഒന്നങ്ങ് വിളിച്ചാൽ പോരെ. ഇന്നത്തെ കാലഘട്ടം അനുസരിച്ചിട്ട് നമുക്ക് തോന്നിയാൽ വീണ്ടും വിളിച്ചാൽ പോരെ. ഡിവോഴ്സ് നടന്നു എന്നൊക്കെ പറഞ്ഞാൽ വീണ്ടും ഒരുമിച്ച്, എത്രയോ കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഡിവോഴ്സിന് ശേഷം വീണ്ടും ഒരുമിച്ച് ജീവിക്കുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ തന്നെ എത്ര പേരുടെ കൗൺസിലിംഗ് ചെയ്തതിന് ശേഷം അവർ കോടതിയിൽ ഡിവോഴ്സ് കഴിഞ്ഞു, പിന്നീട് വീണ്ടും ജീവിക്കുന്ന, വീണ്ടും കല്യാണം നടന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ എത്ര പേരുടെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ വീണ്ടും വസ്തി രാജ്ഞിയെ വിളിക്കാം. പക്ഷേ ഈ മേദ്യ പാർസ്യ എന്ന് പറയുന്ന ഈ സ്ഥലത്തിനൊരു നിയമമുണ്ട്. അത് കാണാൻ സാധിക്കുന്നത് ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, മേദ്യ പാർസ്യ തലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന നിയമങ്ങൾ അതൊരിക്കലും നീക്കം വരാത്ത നിയമങ്ങളായിരിക്കും, അൺചേഞ്ചിങ് ലോസ് ആയിരിക്കും. അത്
വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. സോ അവരുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇത്രയും എന്താ പറയുക അഭിപ്രായങ്ങൾ നടത്തുവാൻ ഉള്ള അഡ്വൈസേഴ്സ് ഉള്ളപ്പോൾ, ഉപദേശകരുള്ളപ്പോൾ അവരെ വെച്ചിട്ട് നടത്തുന്ന ഈ തീരുമാനങ്ങൾ അതൊരു രാജ്യത്തിൻ്റെ തീരുമാനം പോലെയായിപ്പോയി. ഒരു കുടുംബ പ്രശ്നം രാജ്യപ്രശ്നമായിപ്പോയി. ആ രാജ്യപ്രശ്നത്തെ ഒരു കാരണവശാലും പിന്നീട് മാറ്റാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് രാജാവിന് വളരെയധികം ദുഃഖിക്കേണ്ട ഒരവസ്ഥ വന്നിരുന്നു. എങ്കിലും ഇവിടെ നോക്കുക, ഇത്രയും നെഗറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷൻസ് വന്നിട്ട് പോലും ദൈവം അതിനൊരു പരിഹാരം വയ്ക്കുന്നുണ്ട്. അത് ദൈവിക പദ്ധതിയാൽ ഒരു പരിഹാരം വയ്ക്കുന്നുണ്ട്. ഈവൻ ഗോഡ് പ്രൊവൈഡ്സ് എ റെമഡി ഫോർ എവറി നെഗറ്റീവ് ആക്ഷൻ. ഒരു നെഗറ്റീവ് ആക്ഷൻ ഉണ്ടാകുമ്പോൾ അതിന് ഒരു റെമഡി ദൈവത്തിലേക്ക് തിരികെയാണെങ്കിൽ ദൈവം അതിനൊരു റെമഡി, ഒരു പരിഹാരം ദൈവം നൽകും. മനുഷ്യൻ ചെയ്തിട്ടുള്ള അതിൻ്റെ കോൺസിക്വൻസസ് മനുഷ്യൻ അനുഭവിക്കണം. അത് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നു, മനുഷ്യൻ വിതച്ചിട്ടുള്ളതിനെ അവൻ കൊയ്യും. അതേത് പ്രവൃത്തിയാണെങ്കിലും അവൻ ഈ ഭൂമിയിൽ വെച്ച് തന്നെ അത് കൊയ്യും. പക്ഷേ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ, അതിൻ്റെ തീവ്രത കുറയ്ക്കാൻ ഒരു വ്യക്തി ദൈവത്തിലേക്ക് തിരിയുമ്പോൾ അതിന് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് നമ്മൾ പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും നമ്മളത് കാണുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ 2 മുതൽ 4 വരെയുള്ള വചനങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ സെർവൻസ് അല്ലെങ്കിൽ ഈ അറ്റൻഡൻസ് അല്ലെങ്കിൽ എന്താ പറയുക രാജാവിൻ്റെ ഭൃത്യന്മാർ കൽപ്പന പുറപ്പെടുവിക്കുന്നത് ഈ ഉപദേശകന്മാരെല്ലാവരും കൂടി ചേർന്നിട്ടാണ്. പക്ഷേ ഈ രാജാവിൻ്റെ ഭൃത്യന്മാർ അദ്ദേഹത്തിനോട് പറഞ്ഞ ഈ കാര്യങ്ങൾ അനുസരിച്ചിട്ട് അവരെന്ത് ചെയ്യാണ്? അവര് രാജ്യം എമ്പാടും 127 പ്രൊവിൻസസിലും, അതായത് 127 രാജ്യങ്ങളിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സുന്ദരികളായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ അന്വേഷണം നടത്തുകയാണ്. ദ സെർച്ച് ഫോർ ബ്യൂട്ടിഫുൾ വിമൻ ഫോർ ദ കിങ്. രാജാവിന് വേണ്ടിയിട്ട് അവർ നടത്തുകയാണ്. ദെൻ ദേ അപ്പോയിൻറ്റഡ് കമ്മീഷണേഴ്സ് ഇൻ എവറി പ്രൊവിൻസസ്. ഓരോ പ്രവിശ്യകളിലും ഓരോ സംസ്ഥാനങ്ങളിലും അവർ എന്ത് ചെയ്തു? അതിന് വേണ്ടിയിട്ടുള്ള വിചാരകന്മാരെ അവനാക്കി വെച്ചു. ഓക്കെ, ഈ സ്ത്രീകളെ തപ്പാൻ വേണ്ടിയിട്ട്, സുന്ദരികളായ സ്ത്രീകളെ തപ്പാൻ വേണ്ടി. ഞാൻ ഓർക്കും എത്രമാത്രം പൈസ ഇതിനു വേണ്ടി ചെലവഴിച്ച് കാണും. ഒരു തിടുക്കത്തിൽ ഒരു തീരുമാനത്തിന് വേണ്ടി കൊടുക്കേണ്ടി വന്ന വില കണ്ടോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ തിടുക്കമായിട്ട് തീരുമാനങ്ങൾ എടുത്താൽ ഈ ധനനഷ്ടം, മാനനഷ്ടം എന്നൊക്കെ പറയുന്ന പോലെ പല നഷ്ടങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? അവരെ എല്ലാവരെയും ശൂഷൻ രാജധാനിയിലെ അന്തപുരത്തിൽ കൊണ്ടുവന്ന് പ്രവേശിപ്പിക്കുകയാണ്. ഈ സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്ന പെൺകുട്ടികളെല്ലാം, എത്ര പെൺകുട്ടികളെയാണെന്ന് നമുക്കറിയില്ല, അത്രയും പെൺകുട്ടികളെ, ആദ്യത്തെ ഒരു ലോട്ട് പെൺകുട്ടികളെ കൊണ്ടുവന്ന്, അതിനകത്ത് എസ്തേറുണ്ട്. ആ ഒരു പ്രാവശ്യം കൊണ്ടുവന്ന ആ പെൺകുട്ടികൾ, ആ ഗ്രൂപ്പ് ഓഫ് ഗേൾസിനെ എന്താ പറയുക, ആ അന്തപുരത്തിൽ അവർ താമസിപ്പിക്കുക. അതിൻ്റെ ചിലവൊന്ന് ഓർത്ത് നോക്കിക്കേ. അടുത്തത്, ദെൻ ദേ സ്റ്റാർട്ടഡ് ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സ് ഫോർ ഓൾ ദീസ് സെലക്റ്റഡ് വിമൻ. ഈ തിരഞ്ഞെടുക്കപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, സൗന്ദര്യ ലേപന ചികിത്സ, സൗന്ദര്യവൽക്കരണ ചികിത്സ അത് ആരംഭിച്ചിരിക്കുകയാണ്. എന്നിട്ട് എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? വസ്തി രാജ്ഞിക്ക് പകരം രാജാവിന് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ സൗന്ദര്യമൊക്കെ റെഡിയാക്കി, ആവശ്യത്തിന് സൗന്ദര്യമുണ്ട്, പക്ഷെ ഒന്നും കൂടെ സൗന്ദര്യത്തിൻ്റെ മേന്മയൊക്കെ കൂട്ടി അതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും ദിസ് പേഗൻ മെത്തേഡ് കോൺട്രാക്ട്സ് വിത്ത് ഗോഡ്സ് ഐഡിയൽ ഓഫ് മാരേജ്. സത്യത്തിൽ ഇതൊരു കോൺട്രഡിക്ടറി ആണ്. അതായത് തികച്ചും എന്താ പറയുക, ഒരു പെയ്ഗനിസമാണത്. പല ആളുകളും ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഈവൻ ക്രിസ്ത്യൻ ഫീൽഡിൽ പോലും. കാരണം എസ്തേറിനോടുള്ള മമത കൊണ്ടാണത് സംസാരിക്കുന്നത്. പക്ഷേ റിയാലിറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊരു പെയ്ഗനിസമാണ്. ഇങ്ങനെയല്ല ഒരു ക്രിസ്ത്യൻ മാരേജ് എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയല്ല. അപ്പോൾ ഈ ബൈബിളിൽ ഈ എസ്തേറിൻ്റെ പുസ്തകത്തിൽ ചില തെറ്റായ കാര്യങ്ങൾ കാണുന്നുണ്ട് നമ്മൾ. കാരണം ഒരു പെയ്ഗനിസത്തിൽ നിൽക്കുന്ന ഒരു രാജ്യത്ത് സംഭവിക്കുന്ന ദൈവമക്കളുടെ കാര്യമാകുമ്പോൾ അവിടെ ശരിയായ നിലപാടെടുത്തതിനെ മാത്രമേ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ. ഇതിനകത്ത് തെറ്റായ ചില നിലപാടുകൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ആ തെറ്റായ നിലപാടുകളെ നമ്മൾ ഒരു കാരണവശാലും എടുക്കാനായിട്ട് പാടുള്ളതല്ല. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഐഡിയൽ, ഗോഡ്സ് ഐഡിയൽ ഓഫ് മാരേജ് എന്ന് പറയാൻ പറ്റുന്ന ഒന്നല്ല ഈ സെലക്ഷനും ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരായ പിള്ളേരൊക്കെ, കല്യാണം കഴിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി മറന്നേക്കണം. ഇങ്ങനെയൊന്നും അല്ല വിവാഹത്തിൻ്റെ സെലക്ഷൻ നടത്തേണ്ടത് എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. സോ ഹൗ എവർ ഗോഡ് സ്റ്റിൽ വർക്ക്സ് ത്രൂ ഇംപെർഫെക്റ്റ്
സിറ്റുവേഷൻസ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശരി, പെർഫെക്റ്റ് അല്ലാത്ത സിറ്റുവേഷൻ്റെ ഇടയിലും ദൈവം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക. എന്ന് കരുതിയിട്ട് ഇത്തരം കല്യാണത്തിൻ്റെ രീതിയിലേക്ക് പോകരുത് എന്നുകൂടെ ഞാൻ സ്നേഹപുരസരം ഓർപ്പിക്കുകയാണ്. ദെൻ വേഴ്സ് നമ്പർ 5 to 7, 5 മുതൽ 7 വരെയുള്ള വചനങ്ങളിലേക്ക് വരുമ്പോൾ വി ക്യാൻ സീ ദ ഇൻട്രൊഡക്ഷൻ ടു മൊർദെഖായ് ആൻഡ് എസ്റ്റർ. ഇവിടെയാണ് സത്യം പറഞ്ഞ മൊർദെഖായിനെയും എസ്തേറിനെയും കുറിച്ചുള്ള ആദ്യത്തെ കാര്യം തുടങ്ങുന്നത്. 1-ാം അധ്യായത്തിൽ മൊർദെഖായിനെ കുറിച്ച് ഒന്നും വായിക്കുന്നില്ല, നമ്മൾ എസ്തേറിനെ കുറിച്ച് നമ്മളൊന്നും വായിക്കുന്നില്ല. പക്ഷേ ഇവിടെയാണ് നമ്മളത് വായിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ എസ്തേറിനെ കുറിച്ച് കുറച്ച് കാര്യം പറഞ്ഞു. അപ്പോൾ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും ഏതെങ്കിലും ഒരു ക്യാരക്ടർ കൂടെ പഠിക്കുവാണെങ്കിൽ നല്ലതാണ്. ഞാൻ ബൈബിളിലെ എസ്തേറിൻ്റെ പുസ്തകത്തിലെ ക്യാരക്ടർ ഏതൊക്കെയാണെന്ന് പറഞ്ഞപ്പം ഞാൻ അന്ന് പഠിപ്പിച്ചതാണ്. അഹശ്വേരോശ് രാജാവ്, പിന്നെന്താ എസ്തർ, മൊർദെഖായി, ഹാമാൻ, പിന്നെ കാണപ്പെടാത്ത ദൈവം. ഇത്രയും മെയിൻ ക്യാരക്ടേഴ്സാണ് നമുക്കവിടെ കാണാനുള്ളതെന്ന് ആദ്യത്തെ ആഴ്ച ഞാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് ഹൂ വാസ് മൊർദെഖായ്, ആരാണ് മൊർദെഖായ് എന്ന് കൂടെ നോക്കാം. മൊർദെഖായ് വാസ് എ കീ ഫിഗർ ഇൻ ദ ബുക്ക് ഓഫ് എസ്റ്റർ. എസ്തേറിൻ്റെ പുസ്തകത്തിലെ ഒരു ഭയങ്കര പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് മൊർദെഖായ്. ഹീ സെർവിങ് ആസ് എ ഗാർഡിയൻ, അഡ്വൈസർ ആൻഡ് എ ലീഡർ എമംഗ് ദ ജൂയിഷ് പീപ്പിൾ ഇൻ പേർഷ്യ. ശരിക്കും പറഞ്ഞാൽ പേർഷ്യയിലുണ്ടായിരുന്ന ആളുകളുടെ ഒരു ഗാർഡിയനായിട്ട്, അവരുടെ ഒരു വഴികാട്ടിയായിട്ട്, അവരുടെ ഒരു ഉപദേശകനായിട്ട്, അവരുടെ ഒരു നേതാവായിട്ട് അന്നത്തെ കാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു. ഒരിക്കൽ കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്, മൊർദെഖായി എന്ന് പറയുമ്പോൾ എസ്തേറിൻ്റെ ഒരു ബന്ധുക്കാരെന്ന് മാത്രം കണക്കൂട്ടരുത്. അന്ന് സൂസൻ രാജധാനിക്ക് ചുറ്റുമുണ്ടായിരുന്ന ആ പട്ടണത്തിലുണ്ടായിരുന്ന ആ യഹൂദന്മാരായ ജനങ്ങളുടെ ഇടയിലെ അവരുടെ ഒരു വഴികാട്ടിയും അവരുടെ ഒരു ഉപദേശകനും അവരുടെ ഒരു നേതാവുമായിരുന്നു സത്യത്തിൽ ആര്? മൊർദെഖായ്. എന്ന് വെച്ചാൽ കുറച്ചൊരു ഹൈ പൊസിഷനായിരുന്നു യഹൂദന്മാരുടെ ഇടയിൽ. അപ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ അദ്ദേഹം ഹി വാസ് എ വെൽത്തി മാൻ. അദ്ദേഹം വളരെ ധനികനായിട്ടുള്ള ഒരു മനുഷ്യൻ കൂടെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം ഒരു വലിയ പ്രശ്നം യഹൂദന്മാർക്ക് ഉണ്ടാകുമ്പോൾ അപ്പോൾ റിപ്പോർട്ട് ചെയ്യാനും അതിനു വേണ്ടിയിട്ട് എന്താ പറയുക എസ്തേറിനെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ഈ മനുഷ്യൻ നിന്നത്. കാരണം അദ്ദേഹം എസ്തേർ ആയിരുന്നില്ല, യഹൂദ ജനത്തിന് വേണ്ടി നിന്നിരുന്നൊരു വ്യക്തി ആയിരുന്നില്ല എസ്തേർ. ഹദസ എന്ന് പറയുന്ന പേരിലായിരുന്ന ആ പെൺകുട്ടി അങ്ങനെ ആയിരുന്നില്ല. എന്നാൽ മൊർദെഖായി ആയിരുന്നു. അതായത് ഹാമാൻ്റെ പ്രശ്നം വരുന്നതിന് മുന്നമേ തന്നെ മൊർദെഖായി അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരുടെ നേതാവായിരുന്നു അദ്ദേഹം. ഓക്കെ, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്രയും വലിയൊരു ഭാരം ഈ വിഷയത്തിനുണ്ടായത്, സ്വന്തം ജനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാരം. ഇനി മൊർദെഖായിയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നോക്കാം. നമ്പർ 1, മൊർദെഖായിസ് ബാക്ക്ഗ്രൗണ്ട്. ഹി ലിവ്സ് ഇൻ സൂസ, ദ പേർഷ്യൻ ക്യാപിറ്റൽ. പേർഷ്യയുടെ ക്യാപിറ്റലായിട്ടുള്ള ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതാണ് സൂസ എന്ന് പറയുന്ന, ശൂഷൻ എന്ന് പറയുന്ന ആ ഒരു പട്ടണത്തിലാണ് അവർ താമസിച്ചിരുന്നത്. എന്താ പറയുക, അദ്ദേഹം ഒരു ജൂയിഷ് എക്സൈൽ പീരീഡിലായിരുന്നു, അല്ലെങ്കിൽ യഹൂദന്മാരുടെ പ്രവാസ ജീവിതകാലം, പേർഷ്യയിലുണ്ടായിരുന്ന പ്രവാസ ജീവിതകാലത്ത് താമസിച്ചിരുന്ന വ്യക്തിയാണെന്ന് ഈ 5-6 വചനങ്ങളിൽ കാണാം. ഈ 5, 6, 7 ആ വചനങ്ങളെ ഒന്ന് ക്രോഡീകരിച്ചാട്ടോ ഞാൻ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ അദ്ദേഹത്തിൻ്റെ വംശ പാരമ്പര്യത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. 5-ാമത്തെ വചനത്തിലാണ് ഹി ബിലോങ് ടു ദ ട്രൈബ് ഓഫ് ബെഞ്ചമിൻ ആൻഡ് വാസ് എ ഡിസെൻഡന്റ് ഓഫ് കീഷ്. അവിടെ നമ്മൾ കാണുന്ന ബെഞ്ചമിൻ അല്ലെങ്കിൽ ബെന്യാമിൻ ഗോത്രവർഗ്ഗക്കാരനും കീശിൻ്റെ എന്താ പറയുക ആ ഒരു വർഗത്തിൽ അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിൽ പിറന്നിട്ടുള്ള വ്യക്തിയാണ്. ആരാണ് കീശ്? കീശിൻ്റെ ലീനിയേജിലുള്ള ഒരാളാണ് ശൗൽ. നമുക്ക് ബൈബിളിൽ അറിയാവുന്ന ആദ്യത്തെ രാജാവായിരിക്കുന്ന ശൗൽ രാജാവ് കീശിൻ്റെ കുടുംബത്തിൽ ഉള്ള വ്യക്തിയാണ്. അപ്പോൾ സത്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബെന്യാമിൻ ഗോത്രത്തിൻ്റെ കീശ് എന്ന് പറയുന്ന കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ശൗലിനൊക്കെ ശേഷം എന്താ പറയുക അതിൻ്റെ ഒരു പിന്തുടർച്ചക്കാരനാണ് സത്യത്തിൽ ആര്? നമ്മുടെ മൊർദെഖായി എന്ന് പറയുന്നത്. ഇനി മൊർദെഖായിയുടെ ഈ പൂർവ്വപിതാക്കന്മാരൊക്കെ എങ്ങനെയാണ് അവിടെ പറയുന്നുണ്ട്. അവിടെയുള്ള രാജാവിൻ്റെ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ജോയാക്കീം എന്ന് പറയുന്ന ഒരു രാജാവിനെ യഹോവയാക്കീം, അതായിരുന്നു യഹൂദ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അവസാനത്തെ രാജാവായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നെബുക്കദ്നെസർ എന്ന് പറയുന്ന ബാബിലോണിയ രാജാവ് വന്നിട്ട് യെരുശലേമിനെ പിടിച്ചെടുക്കുകയും അവിടുത്തെ ദൈവാലയങ്ങളിൽ, ഇതെല്ലാ കഥയും കാണാൻ സാധിക്കുന്ന ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വചനങ്ങളിലേക്ക് വരുമ്പോൾ യെരുശലേമിലേക്ക് വന്നിട്ട് അവിടുത്തെ ദൈവാലയങ്ങളിലെ സകല പാത്രങ്ങളും
അതായത് എല്ലാ പൊൻപാത്രങ്ങളും വെള്ളിപ്പാത്രങ്ങളും ഒക്കെ കൊള്ളയടിച്ചുകൊണ്ട് നെബൂഖദ്നേസർ എങ്ങോട്ട് പോയി? ബാബിലോണിലേക്ക് പോയിട്ട് അവിടെ അവരുടെ വിരുന്ന് സൽക്കാരത്തിൽ ദൈവത്തിന് നിവേദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടിരുന്ന ആ പാത്രങ്ങളിൽ അവർ വീഞ്ഞ് പകർന്ന് കുടിക്കുവാനായിട്ട് തുടങ്ങി. അതുമാത്രമല്ല, ഈ രാജാവിൻ്റെയൊക്കെ കണ്ണൊക്കെ പൊട്ടിച്ച് കളഞ്ഞ് അങ്ങനെ കൊണ്ടുപോയി. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന യഹൂദയിലുണ്ടായിരുന്ന സകല ജനങ്ങളെയും എങ്ങോട്ട് കൊണ്ടുപോയി? ബാബിലോണിലേക്ക്, പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയ 4 പയ്യന്മാരെ കുറിച്ചാണ് അവിടെ 6-ാമത്തെ ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 6-ാമത്തെ വചനത്തിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദാനിയേൽ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച്, ഹനന്യാവ്, മീശായാവ്, അസര്യാവ് തുടങ്ങിയവരെ കുറിച്ച്. അവരെയാണ് ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന് പിന്നീട് പേരിട്ട് അവരുടെ ബാബിലോണിയ നെയിമുകളിട്ട് വിളിച്ചിരുന്നു. ആ പേരുകളിലാണ് പിന്നീട് ബൈബിളിലെ കഥകളിലൊക്കെ നമ്മൾക്ക് പെട്ടെന്ന് അവരെ മനസ്സിലാകുന്നത്. അപ്പോൾ ഈ സ്റ്റോറി എല്ലാം കാണാൻ സാധിക്കുന്നത് ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ. അപ്പോൾ ഇവരുടെ ആരുടെയാണെന്ന് വ്യക്തമായിട്ട് ഞാൻ പഠിച്ചില്ല. പക്ഷേ ഇവരുടെയും കൂടെ ആ കാലഘട്ടത്തിൽ അവരുടെ പിന്തുടർച്ചക്കാരനായിട്ട് ബാബിലോണിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇവരുടെ തലമുറ കഴിഞ്ഞിട്ട് ബാബിലോണിൽ നിൽക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഈ പേര് പറഞ്ഞ ആളുകളുടെ എന്താ പറയുക, കൊച്ചുമോനോ മറ്റോ ആയിരിക്കാം നമ്മുടെ മൊർദെഖായി എന്ന് പറയുന്നത്. ഓക്കെ, മൊർദെഖായിസ് റോൾ ഇൻ ദ സ്റ്റോറി. ഈ സ്റ്റോറിയിൽ മൊർദെഖായിയുടെ റോൾ എന്തൊക്കെയാണ്? നമ്പർ 1, എസ്റ്റേഴ്സ് ഗാർഡിയൻ ആൻഡ് അഡ്വൈസർ. എസ്തേറിൻ്റെ വഴികാട്ടിയും ഉപദേശകനും. നമുക്ക് വ്യക്തമായിട്ട് അതറിയാം. ഈ അധ്യായത്തിൻ്റെ തന്നെ 7-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എസ്തേറിനെ കുറിച്ച് അവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എസ്തേറിൻ്റെ ആദ്യത്തെ പേര് ഹദാസ എന്നാണ്. എസ്തേറിന് അപ്പനും അമ്മയും ഇല്ലായിരുന്നു. അവളുടെ അപ്പൻ്റെ അനിയനാണ് ആര്? മൊർദെഖായി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവളുടെ ചിറ്റപ്പനാണ് മൊർദെഖായി എന്ന് പറയുന്നത്. എസ്തറിൻ്റെ കസിനാണെന്ന് ചില ആളുകളൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ എസ്തറിൻ്റെ അങ്കിളാണ്. ഓക്കെ, പിന്നെ ഫാദറും മദറും അവൾക്ക് ഇല്ലായിരുന്നു. പക്ഷേ എസ്തറിനെ കുറിച്ചും അവിടെ 7-ാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, കാണാൻ വളരെ സുമുഖിയായിരുന്നു. ചില സ്ഥലത്തൊക്കെ പറയുന്നത് അവൾ കാണാൻ വളരെ ഗുഡ് ടു സീ എന്ന് പറയുന്നതിനേക്കാളും വളരെ രൂപവതിയായിരുന്നു. നല്ല രൂപഗുണമുണ്ടായിരുന്നു. ചിലരുടെയൊക്കെ എന്താ പറയുക, മുഖം മാത്രമല്ല ശരീരത്തിനും പെൺകുട്ടികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ എന്താ പറയുക, ഓരോ ബ്യൂട്ടി കോൺസെപ്റ്റിൽ പറയുന്ന അഴകുകളുടെ അളവുകൾ കൃത്യമായിട്ടുള്ളൊരു പെൺകുട്ടിയായിരുന്നു ആര്? എസ്തർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സൗന്ദര്യത്തിന് ഒത്തിരി മാനദണ്ഡങ്ങളുണ്ട്, അഴകുകൾക്ക് പ്രത്യേക അളവുകളുണ്ട്. ഈ അളവുകളെല്ലാം വെച്ചിട്ട് നോക്കുമ്പോൾ അത്തരത്തിൽ ഭയങ്കര സൗന്ദര്യമുള്ളൊരു പെൺകുട്ടിയായിരുന്നു. രൂപഗുണം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവളുടെ എബ്രായ പേരായിരുന്നു ഹദാസ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു മേർട്ടിൽ ട്രീ എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു. അവളൊരു ഓർഫൻ ആയിരുന്നു. ബട്ട് ഷീ റേസ്ഡ് ബൈ ഹർ അങ്കിൾ മൊർദെഖായി. കസിൻ അല്ല, അങ്കിൾ മൊർദെഖായി. ഇനി എസ്തേറിനെ കുറിച്ച് പറയുമ്പോൾ അവൾ പുറമേ മാത്രമല്ല അകത്തും സൗന്ദര്യവതിയായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എനിവേ, എസ്തേറിൻ്റെ ഇവിടെ ഒരു അഡ്വൈസറും ഗാർഡിയനും. അപ്പോൾ ഗാർഡിയൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായി, അപ്പനും അമ്മയും ഇല്ലാതിരുന്നപ്പോൾ വളർത്തിക്കൊണ്ടുവന്ന ഒരാളാണ് ആര്? നമ്മുടെ മൊർദെഖായി. പക്ഷേ ഇനി അഡ്വൈസർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അങ്ങോട്ട് 2-ാം അധ്യായത്തിലും അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള പല അധ്യായങ്ങളും നമ്മൾ നോക്കുമ്പോൾ എസ്തേറിന് പല കാര്യങ്ങളും മിനിറ്റ് വെച്ച് എന്ന് പറയാവുന്ന പോലെ ഉപദേശിക്കുകയും കാര്യങ്ങളിൽ വ്യക്തമായ ജ്ഞാനത്തിൽ വഴികാട്ടി കൊടുക്കുകയും ചെയ്തത് സത്യത്തിൽ മൊർദെഖായിയാണ്. അതുകൊണ്ടാണ് മൊർദെഖായിയെ എന്ത് ചെയ്യുന്നത്? ഒരു എസ്തേറിൻ്റെ വഴികാട്ടിയാണ് എന്ന് പറയുന്നത്. നമ്പർ 2, മൊർദെഖായി ആരായിരുന്നു? ദ ലോയൽ സെർവൻറ്റ് ഹു സേവ്ഡ് ദ കിങ്. രാജാവിനെ രക്ഷിച്ച ഒരു കൂറുള്ള ഒരു ഭൃത്യനായിരുന്നു. ഒരു ലോയൽ സെർവൻ്റ് ആയിരുന്നു അദ്ദേഹം. കൂറുള്ള ഒരു ഭൃത്യനായിരുന്നു. രാജാവിനെ രക്ഷിച്ച കൂറുള്ള ഒരു ഭൃത്യനായിരുന്നു. ഇതേ അധ്യായം 2-ാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ കഥകൾ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മളത് പഠിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. അടുത്തത് ആരായിരുന്നു മൊർദെഖായി? ദ ഒപ്പോണൻറ്റ് ഓഫ് ഹമാൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ നേരെ എതിരാളിയായിരുന്നു. ഓക്കെ, അപ്പം എതിരാളിയായിട്ട് പ്രവർത്തിച്ച ഒരാളാണ് ഹാമാൻ. ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ബൈബിളിൽ അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളിലേക്കൊക്കെ നമ്മൾ വരുന്നുണ്ട്. ഹാമാന് എന്തുകൊണ്ടാണ് മൊർദെഖായിയുടെ എതിർപ്പ് തോന്നിയത്, അല്ലെങ്കിൽ മൊർദെഖായി എന്തുകൊണ്ടാണ് ഹാമാനെ അനുസരിക്കാതിരുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ആഴ്ചകളിലെ ക്ലാസ്സുകളിൽ നിങ്ങൾ കേൾക്കാനായിട്ട് പോവുകയാണ്. അടുത്തത് മൊർദെഖായി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ദ കാറ്റലിസ്റ്റ് ഫോർ എസ്റ്റേഴ്സ് ബോൾഡ്നെസ്.
ദ കാറ്റലിസ്റ്റ് ഫോർ എസ്റ്റേഴ്സ് ബോൾഡ്നെസ്. എസ്തേറിൻ്റെ ധൈര്യത്തിൻ്റെ പിറകിലെ പ്രേരക ശക്തിയായിരുന്നു. എസ്തേറിൻ്റെ ധൈര്യത്തിൻ്റെ പിറകിലെ പ്രേരക ശക്തി എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കാറ്റലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ചില സമയത്ത് ഒരു കാര്യം ഇങ്ങനെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ബൂം ചെയ്യും. ഉദാഹരണമായിട്ട് എന്താ പറയുക, നമ്മൾ കെമിസ്ട്രിയിലൊക്കെ കാറ്റലിസ്റ്റ് പഠിക്കുന്നത്, പക്ഷേ വീട്ടമ്മമാരായി നിങ്ങൾക്ക് വേഗം മനസ്സിലാവും, ഇച്ചിരി സോഡ എടുത്തിട്ട് അതിനകത്തോട്ട് ഇച്ചിരി ഉപ്പിട്ടാൽ എങ്ങനെ ഉണ്ടാവും, പൊങ്ങി വരത്തില്ലേ? അതാണ് കാറ്റലിസ്റ്റ്, പ്രേരക ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ എസ്തേറിൻ്റെ അകത്ത് ആ വിളിയും തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടെങ്കിലും അതിനങ്ങ് ബൂം ചെയ്ത് അതിനെ പുറത്ത് കൊണ്ടുവന്നൊരു വ്യക്തിയായിരുന്നു മൊർദെഖായി എന്ന് പറയുന്നത്. ഈ മൊർദെഖായിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഈ മൊർദെഖായി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ എല്ലാത്തിൻ്റെയും നിഴലും പൊരുളും ഉണ്ടല്ലോ. ഈ എസ്തർ എന്ന് പറയുന്നത് എപ്പോഴും സഭയെ കാണിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് പകരക്കാരിയായിട്ട് പഴയ നിയമത്തിൽ കാണുന്ന ഒരു നിഴലായിട്ടാണ് എസ്തറിനെ കാണുന്നതെങ്കിൽ മൊർദെഖായിനെ സത്യം പറഞ്ഞാൽ 2 തരത്തിൽ വേദപണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, അവൻ പരിശുദ്ധാത്മാവിന് നിഴലാണ് എന്നാണ് പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ അകത്തൊക്കെ ചെറുതായിട്ടൊക്കെ കിടക്കുന്ന ടാലൻറ്റുകളും കൃപകളും എല്ലാം തന്നെ അത് ബൂം ചെയ്ത് പുറത്തു വരുന്നത്. ഇപ്പോൾ നിങ്ങളോട് പ്രസംഗിക്കുന്ന, നിങ്ങളെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഈ സിസ്റ്റർ ഷെമാ ഡാമിയൻ പോലും ഇങ്ങനെ പുറത്തു വരാൻ കാരണമായി എൻ്റെ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. ഇത് തന്നെയാണ്, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ ശക്തി നിറഞ്ഞിട്ട് ലോകം എമ്പാടും നമ്മൾ സാക്ഷികളായിത്തീരും. അതുകൊണ്ട് നമ്മുടെ അകത്ത് കിടക്കുന്നതിനെ ഒന്നുകൂടെ പ്രേരകമാക്കി പുറത്തു കൊണ്ടുവരുവാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഒന്ന്, പരിശുദ്ധാത്മാവിൻ്റെ നിഴലാണ് മൊർദെഖായി. 2, യഹൂദന്മാരുടെ ശേഷിപ്പിന് നിഴലായിട്ടാണ് എന്താ പറയുക ഈ മൊർദെഖായിനെ കുറിച്ച് പറയുന്നത്. യഹൂദന്മാരുടെ ശേഷിപ്പ്, റെമനൻറ്റ് ഓഫ് ജ്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം. യഹൂദന്മാരുടെ ശേഷിപ്പ് എന്ന് പറയുമ്പോൾ യേശു കർത്താവിൻ്റെ വരവിൽ, മധ്യാകാശത്തെ വരവിൽ എന്താ പറയുക, നമ്മളെല്ലാവരും എടുക്കപ്പെടുകയാണ്. പിന്നെ മഹാപീഡനകാലം സാധാരണ പറയുന്നത് 7 years. ആ കാലഘട്ടത്തിൽ എന്താണ്, രക്ഷപ്പെടുന്ന ചില യഹൂദന്മാരുണ്ട്. അവരുടെ ഒരു എന്താ പറയുക നിഴലായിട്ടും സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് മൊർദെഖായി എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് നമുക്ക്, അല്ലെങ്കിൽ ഇന്ന് സഭ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എടുക്കാൻ സാധിക്കുന്നത് എസ്തേറിന് ഗൈഡൻസ് കൊടുത്ത് എസ്തേറിനെ ഉപദേശിച്ച് നടത്തിയ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന സ്ഥാനത്ത് കൊണ്ടുവരാൻ വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് മൊർദെഖായി ഇന്നും മൊർദെഖായിയുടെ സ്പിരിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനാൽ ആണ് ഇന്ന് നമ്മളെല്ലാവരും തയ്യാറാക്കപ്പെടുന്നത്. ഓക്കെ, ഇനി മൊർദെഖായിനെ സംബന്ധിച്ച് നോക്കിയാൽ എന്താണ്? മൊർദെഖായി റൈസ് ടു പവർ, ശക്തിക്ക് വേണ്ടിയിട്ട് അവൻ എഴുന്നേറ്റ് വരികയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് എസ്തേറിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിലൊക്കെ വരുമ്പോഴാണ് അവിടെ മൊർദെഖായി ഹാമാനെ എന്താ പറയുക തകർത്ത് കളയുന്ന ഒരു വലിയ വ്യക്തിത്വത്തിനുടമയാണ് മൊർദെഖായി എന്ന് കാണാം. അതുപോലെ തന്നെ മൊർദെഖായിയുടെ എന്താ പറയുക ലെഗസി, അടുത്ത മൊർദെഖായി ആരായി തീർന്നു എന്നുള്ളതാണ്. ഒന്ന്, ഹാമാനെ തകർത്ത് കളയുന്നതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി തീർന്നു. 2, മൊർദെഖായിയുടെ ഒരു ലെഗസി അല്ലെങ്കിൽ അവൻ്റെ പൈതൃകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നീട് ഈ എസ്തേറിൻ്റെ പുസ്തകം അവസാനിക്കുമ്പോൾ എസ്തേർ രാജ്ഞിയായിട്ട് നിൽക്കുന്നു. പിന്നീട് എസ്തേറിൻ്റെ വലിയ കാര്യങ്ങളൊന്നും, വീരത്തിലൊന്നും കാണുന്നില്ല. പകരം പിന്നീട് നമ്മൾ കാണുന്ന മൊത്തം മൊർദെഖായിനെ കുറിച്ച് രാജാവിൻ്റെ 2-ാം സ്ഥാനത്തേക്ക്, അതായത് ഒരു ജാതീയ രാജ്യത്തിലെ 2-ാം സ്ഥാനത്തേക്ക് യഹൂദനായ ഒരു വ്യക്തി എത്തിച്ചേരുകയാണ്. അതാണ് മൊർദെഖായി. ഈ കഥ കേൾക്കുമ്പോൾ നമുക്ക് വേറൊരാളുടെ കഥ ഓർമ്മ വരുന്നില്ലേ? എവിടെയാണ്? ഫറവോൻ, ഈജിപ്തിൽ ഫറവോൻ്റെ കീഴിൽ 2-ാം സ്ഥാനത്തേക്ക് ഇതാ മറ്റൊരു യഹൂദൻ. ആരാണ്? യോസഫ് കടന്നു വരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വിശ്വാസവും വിശ്വസ്തതയും ഒക്കെ ആയിട്ട് നമ്മൾ ദൈവത്തെ സേവിക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ മാനിച്ച് ഉയർത്തിയിരിക്കും. അതാണ് മൊർദെഖായിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. ഓക്കെ, യെസ്, അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. 8-ാമത്തെ വചനം മുതൽ 11-ാമത്തെ വചനം വരെയുള്ള ഭാഗത്തേക്ക് കാര്യമാണ്. ബൈ ദ വേ, ഒരു കാര്യം പറയാൻ മറന്നു, 2 പുസ്തകങ്ങളാണല്ലോ നമ്മുടെ സ്ത്രീകളുടെ പേരിലുള്ള പുസ്തകം, റൂത്ത് ആൻഡ് എസ്റ്റർ. ഈ 2 പുസ്തകത്തിലും നോക്കിക്കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നറിയോ? 2 പുസ്തകത്തിൽ കല്യാണമുണ്ട്. റൂത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ നോക്കിയാൽ എന്താ കാണുന്നത്? ഒരു വിവാഹം. എസ്തറിൻ്റെ പുസ്തകത്തിൽ നോക്കിയാൽ എന്താ കാണുന്നത്? ഒരു വിവാഹം.
സോ വിവാഹത്തിൻ്റെ കാര്യത്തിൽ, കാരണം ഈ അടുത്തിടെ ഞാൻ യൂത്ത്സിനൊക്കെ ക്ലാസ് എടുക്കായിരുന്നു, വിവാഹം വിലക്കുന്നത് അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണെന്നൊക്കെ ഞാൻ പറഞ്ഞ് ക്ലാസ് എടുക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുകയാണ് വിവാഹം 2 സ്ത്രീകളുടെ പേരുള്ള പുസ്തകത്തിൻ്റെയും ഏറ്റവും വലിയ ഇതിവൃത്തം, അതിൻ്റെ തീം എന്ന് പറയുന്നത് മാരേജിലാണത് വന്ന് നിൽക്കുന്നത്. വാവ് വാവ്. അതുകൊണ്ട് മാരേജിൽ നിൽക്കുന്ന എല്ലാ സഹോദരിമാർക്കും ഞാനൊരു സല്യൂട്ട്. കാരണം ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം നമ്മളെ നിർത്തിയിരിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട പദ്ധതിയിൽ കർത്താവ് നമ്മളെ നിർത്തിയിരിക്കുകയാണ്. ഭർത്താക്കന്മാരോടൊപ്പം, കുഞ്ഞുങ്ങളോടൊപ്പം. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? യെസ്, ഹല്ലേലൂയ. എനിക്കറിയാം ചില ഭാര്യമാരൊക്കെ, ചില സ്ത്രീകൾ സിംഗിൾ മദേഴ്സ് ആണ് എന്നെനിക്കറിയാം. ഞാൻ അവരെ കൺസിഡർ ചെയ്യാതെ അല്ല ഇത് പറയുന്നത്. പല സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ആയവരുണ്ട്. ഐ എം സോ സോറി. പക്ഷേ ആ ഒരു മാരേജിൽ തുടരുന്ന സാധിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിട്ടാണ് ഞാനത് പറഞ്ഞിരിക്കുന്നത്. എനിവേ, 8-11, വേഴ്സ് നമ്പർ 8-11, എസ്തർ എൻറ്റേഴ്സ് ദ പാലസ്. അവിടെ നമ്മൾ കാണുന്ന കൊട്ടാരത്തിനകത്തേക്ക് എസ്തേറിൻ്റെ പ്രവേശനത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ സമയം ഇങ്ങനെ ഓടി ഓടി പോവുക, അതുകൊണ്ട് ഞാനും ഇങ്ങനെ ഓടി ഓടി പോവുക. ഓക്കെ, വേഴ്സ് നമ്പർ 8 വരുമ്പോൾ, 8-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, അവിടെ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത് 8 മുതൽ 11 വരെയുള്ള വചനഭാഗങ്ങളാണ്. ഞാനത് വായിക്കുന്നില്ല, പക്ഷെ നിങ്ങളിപ്പോൾ അതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും. എന്താണ്, രാജാവിൻ്റെ ഇത് അനുസരിച്ചിട്ട് കുറേ സ്ത്രീകളെ ഹേഗായിയുടെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. അതിനകത്ത് ഒരു യുവതിയോട് അവന് തോന്നുന്ന പ്രത്യേകമായ ഇഷ്ടങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിലേക്ക് നമുക്ക് വേഗത്തിൽ വരാം. സോ ഇത് രാജാവിൻ്റെ ഒരു കൽപ്പനയായിരുന്നു, രാജാവിൻ്റെ ഒരു നിയമമായിരുന്നു. ചെറുപ്പക്കാരായ അല്ലെങ്കിൽ യങ് വിമൻ ഹൂ ആർ ബ്യൂട്ടിഫുൾ എന്നുള്ളത്, വളരെയധികം സുന്ദരികളാകണം അവർ. അങ്ങനെയുള്ള ആ ചെറുപ്പക്കാരായ പെൺകുട്ടികളെ എല്ലാവരെയും ശൂഷൻ രാജധാനിയിലെ ഹേഗായ് എന്ന് പറയുന്ന, ഹഗ്ഗായ് അല്ല, ഹേഗായ്. ഹഗ്ഗായ് എന്ന് പറയുന്ന മറ്റൊരു പ്രവാചകനാണത്. ഇത് ഹേഗായ് എന്ന് പറയുന്ന ഒരു ഷണ്ണൻ, ഒരു യൂനക്കിൻ്റെ കസ്റ്റഡിയിലേക്കാണ് ഇവരെ ഓരോരുത്തരെയും കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ എസ്തർ ഓൾസോ വാസ് ടേക്കൺ ടു ദിസ് കിങ്സ് പാലസ്. ഇവിടെ നമ്മൾ കാണുന്ന എസ്തറിനെയും ഈ പെൺകുട്ടികളുടെ കൂട്ടത്തിൽ എവിടെ കൊണ്ടുവന്നു? ഈ പാലസിനകത്തേക്ക് കൊണ്ടുവന്നു. ആൻഡ് ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചറിയാമോ? എസ്തർ ഇസ് ടേക്കൺ ഇൻ ടു ദ കിങ്സ് സെലക്ഷൻ പ്രോസസ്. ഇവിടെയാണ് നമ്മളൊരു സെലക്ഷൻ പ്രോസസ്സ് നമ്മളിവിടെ കാണുകയാണ്. ഓക്കെ, ദെൻ ഹാഗായിയുടെ അണ്ടറിൽ, ഹാഗായ് എന്ന് പറയുന്ന ഹേഗായിയുടെ അണ്ടറിൽ ഈ എസ്തർ ഇപ്പോൾ പരിചരണത്തിലേക്ക് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിവിടേക്ക് നോക്കുമ്പോൾ ഞാൻ ആ എസ്തറിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു പോവുമായിരുന്നു. നമ്മൾ ഇതുപോലെ വീട്ടിൽ നിന്ന് പോയിട്ട് ഇതുപോലൊരു സ്ഥലത്ത്, നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഹോസ്റ്റലിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ടുള്ളവർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവും. ആദ്യത്തെ 1 മാസം എന്തായിരുന്നു ഹോസ്റ്റലിൽ പോയപ്പം? സന്തോഷമായിരുന്നോ? ഞാനിങ്ങനെ ഒരാളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരു വലിയൊരു പാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ മോള് ഹോസ്റ്റലിൽ പോയപ്പം അദ്ദേഹം വീട്ടിലിരുന്ന് ഭയങ്കരമായിട്ടിരുന്ന് കരഞ്ഞു എന്ന്. എനിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. അദ്ദേഹം ഇങ്ങനെ മോള് ഹോസ്റ്റലിൽ പോയപ്പോൾ കരഞ്ഞു എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ പാരൻസിന് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എമി കല്യാണം കഴിഞ്ഞ് പോയപ്പോഴത്തേനും ഞാൻ 1-2 മാസം എനിക്ക് എന്നും ഇങ്ങനെ 4 പ്ലേറ്റ് ചോറുണ്ണാനാണെങ്കിലും, ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും, ലഞ്ചിനാണെങ്കിലും, ഡിന്നറിനാണെങ്കിലും എന്നും 4 പ്ലേറ്റ് എടുത്ത് വെക്കുന്നതിൻ്റെ അടുത്ത് അത് 3 പ്ലേറ്റിലോട്ട് മാറുമ്പോൾ എൻ്റെ ദൈവമേ, അതൊരു ഭയങ്കര പ്രയാസമായിരുന്നു. കുറേ നാളുകളുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ ആ ഒരു പ്രയാസം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, എസ്തർ അതുപോലെ അപ്പോൾ ആ പെൺകുട്ടികളുടെ പ്രയാസം എത്രയായിരിക്കും? ഈ പെൺകുട്ടി അങ്ങനെ ഒന്ന് മാറിയ സമയത്ത് അവളുടെ പ്രയാസം എത്ര വലിയ പ്രയാസം ആയിരിക്കും. അവളുടെ ഫ്രീഡം മുഴുവൻ നഷ്ടപ്പെട്ടേക്കുക. വീട്ടിൽ അവൾക്കൊരു വലിയ സ്വാതന്ത്ര്യമുണ്ട്, ആ സ്വാതന്ത്ര്യം മുഴുവൻ നഷ്ടമായി. എല്ലാത്തിനും റെസ്ട്രിക്ഷനുള്ള ഒരു വേൾഡിലേക്ക് അവൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. പക്ഷേ ഗാഡ് ഈസ് പൊസിഷനിങ് ഹെർ ഫോർ എ ഗ്രേറ്റർ പേർപ്പസ്. എന്നാൽ ദൈവം അവളെ ഒരു വലിയ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടിയിട്ട് അവളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വേഴ്സ് നമ്പർ 9 വരുമ്പോൾ ഇവിടെ യങ് വിമൻ ആയിട്ടുള്ള ഈ പെൺകുട്ടി അഥവാ എസ്തർ നമ്മുടെ ഹേഗായിക്ക് ഭയങ്കരമായിട്ട് അവളിൽ ഫേവർ ഉണ്ടാകുന്നു, ഭയങ്കര സന്തോഷമുണ്ടാകുന്നു. എന്നിട്ട് എന്ത് ചെയ്യാണ് ഈ ഹേഗായി? ഷീ ഈസ് ഗിവൺ സ്പെഷ്യൽ ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സ്. ഈ ഹേഗായി 9-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവൾക്ക് സ്പെഷ്യലായിട്ടുള്ള
ചില ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സ് അവൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്നു. അവൾക്ക് കിട്ടുന്ന കുറേ പ്രിവിലേജസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതൊക്കെ. ഓക്കെ, ദെൻ അവിടെ ഈ ഹേഗായിനെയും ചില സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മാവിനോട് ഉപമിച്ച് സംസാരിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഹേഗായി അവൾക്ക് സ്പെഷ്യലായിട്ടുള്ള ചില ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുന്നു. ദെൻ ഷീ ഈസ് ഗിവൻ സ്പെഷ്യൽ ഫുഡ്. അവിടെ കാണുന്ന അവൾക്ക് ചില പ്രത്യേക ഭക്ഷണവും കൊടുത്തു എന്ന് കാണുന്നു. എനിക്കൊന്ന് നല്ല ഫ്രൂട്ട്സും നല്ല നല്ല എന്താ പറയുക കുങ്കുമപ്പൂവൊക്കെ കൊടുത്ത് കാണുമായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. ഓക്കെ, സ്പെഷ്യൽ ഫുഡ് കൊടുത്തു. പിന്നെ അത് മാത്രമല്ല 7 ഫീമെയിൽ അറ്റൻഡൻസ് ഫ്രം ദ പാലസിൽ നിന്ന് അല്ലെങ്കിൽ കൊട്ടാരത്തിൽ നിന്ന് 7 ബാല്യക്കാരത്തികളെയും നോക്കി. ഇവൾ അന്തപുരത്തിലാണ്, പക്ഷെ ഇവൾക്ക് മാത്രം കൊട്ടാരത്തിൽ നിന്ന് അസിസ്റ്റൻസ് വന്നു. ഹല്ലേലൂയ. ഇതൊക്കെ ഞാൻ പണ്ട് വളർത്തപ്പെട്ട സഭയിലൊക്കെ വലിയ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാനിങ്ങനെ കേൾക്കാറുണ്ട്. നമ്മളിപ്പോൾ അന്തപുരത്തിലാണ്, കർത്താവിൻ്റെ വരവ് വന്നിട്ടില്ലല്ലോ, നമ്മുടെ രാജാവ് വന്നിട്ടില്ലല്ലോ. രാജാവ് അങ്ങ് എവിടെയാണ്? രാജാവ് അങ്ങ് മധ്യാകാശത്തിൽ വരും, സ്വർഗത്തിൽ നിന്ന് വരും. പക്ഷേ അപ്പോഴാണ് നമ്മൾ കൂടിച്ചേരാൻ പോകുന്നത്. അതുവരെ നമ്മൾ അന്തപുരത്തിലാണ്. നമ്മൾ അന്തപുരത്തിലായിരിക്കുന്നെങ്കിലും നമ്മുടെ സഹായം ചെയ്യുവാനായിട്ട് നമ്മുടെ സേവകാത്മാക്കളായ ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി അയച്ചു നൽകപ്പെട്ടിട്ടുണ്ട്. യെസ്, പണ്ട് കേട്ടിട്ടുള്ള പ്രസംഗങ്ങളാണിതൊക്കെ. വളരെ ചെറുപ്പത്തിലെ കേട്ടിട്ടുള്ള പ്രസംഗങ്ങൾ, മനസ്സിൽ നിന്ന് ഇതുവരെയും പോയിട്ടില്ല ഇതൊക്കെ. പക്ഷേ ഞാൻ നിങ്ങളോടും അത് പറയുകയാണ്. അത് രാജകൊട്ടാരത്തിൽ നിന്ന് ബാല്യക്കാരത്തികളെ, അവിടെ 7 ബാല്യക്കാരത്തികളെ അവിടെ അയച്ചിരിക്കുകയാണ്. ആൻഡ് ദ ബെസ്റ്റ് പ്ലേസ് ഇൻ ഹാരീം, ഹാരം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത്, ഹേരം എന്ന് പറയുന്ന എന്ന് വെച്ചാൽ ഹേരം അന്തപുരം, യെസ്, അന്തപുരത്തിനകത്ത് സിറ്റാഡൽ, ആ ഒരു ശൂഷൻ രാജധാനിയുടെ അന്തപുരത്തിനകത്തേക്ക് 7 ബാല്യക്കാരത്തികളെ അയച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല അന്തപുരത്തിനകത്ത് ഒരു പ്രത്യേക ബെസ്റ്റായിട്ടുള്ള ഒരു സ്ഥലം കൂടി അവർക്ക് കൊടുത്തിരിക്കുകയാണ്. ഈ ബാല്യക്കാരത്തികൾക്കും എസ്തേറിനും താമസിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ജോസഫിനെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓർമ്മ വരുന്നത്, അല്ലേ? ഈജിപ്തിൽ എത്രത്തോളം ഫേവറായിരുന്നു ജോസഫിനുണ്ടായിരുന്നത്. ഇതുപോലെ തന്നെ ഈ ദൈവികമല്ലാത്ത രാജ്യങ്ങളിൽ എന്ന് വെച്ചാൽ ഈ പെയ്ഗനായിട്ടുള്ള അല്ലെങ്കിൽ ജാതീയമായ രാജ്യങ്ങളിൽ ദൈവിക വ്യവസ്ഥയാൽ ഭരണ നിർവഹണം നടത്താത്ത അല്ലെങ്കിൽ അതുപോലത്തെ സംസ്കാരമില്ലാത്ത, ദൈവികമായ സംസ്കാരമില്ലാത്ത രാജ്യങ്ങളിൽ തന്നെ ദൈവം അവരെ പ്രോഗ്രസ് ചെയ്യുകയാണ്. യഹൂദന്മാരായ പലരെയും പ്രോഗ്രസ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഞാനും ഇത് തന്നെ വിശ്വസിക്കുന്നു. ഇന്ത്യയുടെ മണ്ണിൽ ഇതുപോലെ മക്കളും ഇതുപോലെ ഉയർന്ന് വരുവാനായിട്ട് പോകുകയാണ്. ചിലപ്പോൾ എല്ലാ നിയമങ്ങളും ബിബ്ലിക്കൽ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ എന്താ പറയുക ദൈവികമായ വ്യവസ്ഥയിലോ അല്ലായിരിക്കാം നമ്മുടെ രാജ്യം ചിലപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, അതിൻ്റെ നടുവിൽ ജോസഫിനെ എഴുന്നേൽപ്പിച്ചതുപോലെ, ഡാനിയലിനെ എഴുന്നേൽപ്പിച്ചതുപോലെ, എസ്തേറിനെ എഴുന്നേൽപ്പിച്ചതുപോലെ ദൈവം ഇതാ ഒരു വലിയ കൂട്ടം ജനത്തെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. സോ ഇവിടെ നമ്മൾ കാണുന്ന ബിഫോർ ഗോഡ് എലിവേറ്റ്സ് us, he takes us through a season of പ്രിപ്പറേഷൻ. ദൈവം നമ്മെ ഉയർത്തുന്നതിന് മുന്നമേ ദൈവം നമ്മെ ഒരു സീസണിലൂടെ കടത്തിക്കൊണ്ടുപോകും. ഏതാണ്ട് 12 മാസം നിൽക്കുന്ന ഒരു ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ് സീസണിലൂടെയാണ് ഈ പെൺകുട്ടി കടന്നുപോയത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പിന്നീടുള്ള ഭാഗത്ത് അത് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നൊരു കാര്യം ഇതാണ്: ആർ യു ഇൻ എ സീസൺ ഓഫ് വെയിറ്റിംഗ്? നിങ്ങൾ കാത്തിരിപ്പിൻ്റെ ഒരു സീസണിലാണോ? വീട്ടുകാരും ഇല്ല, ഇനി എന്താ നടക്കാൻ പോണേന്നും അറിയാൻ പറ്റാത്ത പോലെ, എസ്തേർ നിൽക്കുന്നത് പോലെ ഒരു പ്രത്യേക ജംഗ്ഷനിൽ നിങ്ങൾ വന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ സ്ഥലത്താണ് ജസ്റ്റ് ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. കർത്താവിൽ ആശ്രയിക്കുക. ആൻഡ് ഹീ വിൽ ഡു സംതിങ് ഗ്രേറ്റർ തിങ്സ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ആശ്രയിച്ച് നിൽക്കുകയാണെങ്കിൽ 0 പോയിൻ്റ് നിൽക്കുമ്പോൾ പോലും ഞാൻ പറയട്ടെ, വലിയ കാര്യം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കും. എത്ര പേർ ആമേൻ പറയും? ആമേൻ പറയും. ഹല്ലേലൂയ. വേഴ്സ് നമ്പർ 10. എസ്തേർ ഹാഡ് നോട്ട് റിവീൽഡ് ഹെർ ഐഡൻറ്റിറ്റി ഓർ ഹെർ ഫാമിലി ഓർ ഹെർ ബാക്ക്ഗ്രൗണ്ട്, നത്തിങ്. ഒന്നും അവൾ വെളിപ്പെടുത്തിയില്ല. 10-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ കാരണമുണ്ടായിരുന്നു.
എന്താണ്, മൊർദെഖായി അവളെ ഉപദേശിച്ചിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ആദ്യം മൊർദെഖായിയുടെ സ്വഭാവം അഡ്വൈസറായിരുന്നു. മൊർദെഖായി അവളെ ഉപദേശിച്ചു. എന്ത് പറഞ്ഞ ഉപദേശിച്ചത്? അതായത് ഒരിക്കലും നിൻ്റെ ഐഡൻറ്റിറ്റി, നീ ഏത് കുടുംബക്കാരിയാണ്, നീ ഏത് കുലത്തിലുള്ളതാണ്, നിൻ്റെ രാജ്യം ഏതാണ്, നീ യഹൂദയാണ് എന്നുള്ളത് നീ ഒരിക്കലും വെളിപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. ഹല്ലേലൂയ. ഇത് കാണിക്കുന്നത് ഒരു വിസ്ഡം ആൻഡ് ഡിസേൺമെൻറ്റിനെയാണ്, ജ്ഞാനത്തിൻ്റെയും വിവേചനത്തിൻ്റെയും ആത്മാവിനെയാണ് കാണിക്കുന്നത്. സംടൈംസ് ടൈമിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ റിവീലിംഗ് ഗോഡ്സ് പ്ലാൻ. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. ടൈമിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ റിവീലിംഗ് ഗോഡ്സ് പ്ലാൻ. ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിപ്പെടുത്തുന്നതിന് ചില സമയത്തിന് പ്രത്യേകതയുണ്ട്. അതിൻ്റെ കൃത്യസമയത്ത് വേണം അത് പറയാൻ. അതിന് മുമ്പോ പിമ്പോ അതൊരിക്കലും നമ്മൾ പറയാൻ പാടുള്ളതല്ല. ഓക്കെ, ദെൻ വേഴ്സ് നമ്പർ 11, 11ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എല്ലാ ദിവസവും എന്താണ്, മൊർദെഖായി ഈ കൊട്ടാരത്തിൻ്റെ ഈ ഭാഗത്ത് വന്ന് എന്ത് ചെയ്യും, നിൽക്കാറുണ്ട്. അവിടെ നോക്കുമ്പോൾ വീണ്ടും അങ്ങനെ നോക്കുമ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ എസ്തേറിൻ്റെ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടി വരുന്നൊരു മൊർദെഖായിനെ കാണുന്നത്. ശരിക്കും ഒരു അപ്പൻ്റെ സ്ഥാനത്താണ് പുള്ളി നിൽക്കുന്നത് അല്ലേ. ഞാൻ മൊർദെഖായിയുടെ ക്യാരക്ടർ പറഞ്ഞപ്പോൾ ഞാൻ സത്യത്തിൽ ഇത് വിട്ടുപോയി. ഒരു അപ്പൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മൊർദെഖായിനെ കാണുന്നത്. അവൾ ഓരോ പ്രാവശ്യം വന്ന് എങ്ങനെയാണ്, ഏതെങ്കിലും ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെയാണോ പോകുന്നത്, എന്തെങ്കിലും പ്രശ്നത്തിലൂടെയാണോ അവൾ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എപ്പോഴും അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്ന ഒരു മൊർദെഖായിയാണ് കാണുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നമ്മൾ കർത്താവിനോടൊപ്പമാണെങ്കിൽ നമ്മുടെ സുഖവിവരം അതിരാവിലെ ഓരോ ദിവസവും വന്ന് അന്വേഷിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ട്. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? ഓക്കെ, ദെൻ അടുത്ത 4ാമത്തെ മെയിൻ പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. 12 മുതൽ 14 വരെയുള്ള വചനഭാഗങ്ങൾ ഞാനൊരു സെക്ഷനാക്കിയൊക്കെയാണ്. 4ാമത്തേത് ദ സീസൺസ് ഓഫ് റിഫൈനിങ് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണത്തിൻ്റെ കാലഘട്ടങ്ങൾ. ദ സീസൺസ് ഓഫ് റിഫൈനിങ്. വേഴ്സ് നമ്പർ 12 to 14. വേഴ്സ് നമ്പർ 12, 12ാമത്തെ വചനം. അത് പ്രോസസ് 1 ആണ്. 1ാമത്തെ പ്രക്രിയ അവിടെ നടക്കുന്നത് എന്താണത്? ഈച്ച് വുമൻ കേം ടു ഗോ ഇൻ ടു കിങ്. ഓരോ വ്യക്തികളും, ഓരോ പെൺകുട്ടികളും എന്ത് ചെയ്യണം എന്നറിയാമോ? അവിടെയുള്ള രാജാവിനെ പോയി കാണേണ്ട ഒരു ടേൺ ഉണ്ട്. അഹശ്വേരോഷ് രാജാവിനെ കാണേണ്ട ഒരു ടേൺ ഉണ്ട്. അതിനു മുൻപ് 12 മാസത്തെ കുറേ പ്രിപ്പറേഷൻസ് ഓരോ പെൺകുട്ടികളും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ അതിനകത്ത് തന്നെ ഈ 12ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതിനകത്ത് 6 months ഓയിൽ ഓഫ് മെർ ആൻഡ് 6 months വിത്ത് പെർഫ്യൂംസ് എന്നാണ് കാണുന്നത്. അതായത് 6 മാസം മൂറിൻ്റെ തൈലം കൊണ്ടും 6 മാസം സുഗന്ധവർഗത്തിൻ്റെ തൈലം കൊണ്ടും എന്ത് ചെയ്യണം, ഉള്ളൊരു സുഗന്ധ ലേപന ചികിത്സയാണ് നടത്തേണ്ടത്. ഓക്കെ, ഈ മൂര് എന്ന് പറയുന്നത് മോരല്ല കേട്ടോ. ഈ മൂര് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ആരെങ്കിലും രുചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇസ്രായേൽ ചെന്നാൽ മിർ എന്ന് പറയുന്ന അതിൻ്റെ തൈലം നമുക്ക് കിട്ടും. എൻ്റെ ദൈവമേ, എന്തൊരു കയ്പ്പാണെന്നറിയാമോ? ഞങ്ങളുടെ വീട്ടിലൊരു ചെറിയ ബോട്ടിലുണ്ട്. ഞാൻ പണ്ടൊരിക്കൽ എടുത്ത് ഞാൻ ഇത് പരിശോധിക്കാൻ വേണ്ടി തന്നെയായിട്ട് ഞാൻ നാവലെടുത്ത് വെച്ച് നോക്കിയിട്ടുണ്ട്. ഭയങ്കര കയ്പ്പാണ്. അതായത് പണ്ടത്തെ ആളുകൾ പറയുന്ന ഒരു കാര്യമില്ല. പണ്ട് അമ്മ പാല് തന്ന സമയത്ത് കുടിച്ച അമ്മിഞ്ഞപ്പാല് പോലും കക്കി പുറത്തു വരും എന്ന് പറയുന്ന പോലത്തെ കയ്പ്പാണ് ഈ മൂരെന്ന് പറയുന്ന ആ ഒരു വസ്തുവിൻ്റെ കയ്പ്പ് എന്ന് പറയുന്നത്. അപ്പം അതിൽ നിന്നുണ്ടാക്കുന്ന തൈലമാണ് മൂരിൻ്റെ തൈലം എന്ന് പറയുന്നത്. ഈ തൈലം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ബോഡിയിൽ തേക്കുമ്പോൾ, ഹോൾ ബോഡിയിൽ 6 മാസമാണേ ഇത് തേക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനകത്ത്, ഈ സ്കിന്നിനകത്തൂടെ, നിങ്ങൾക്കറിയാലോ, അകത്തൂടെ ഇത് കടക്കും എന്നറിയാലോ, ഇത് നമ്മുടെ ടേസ്റ്റ് ബഡ്സിനും എല്ലായിടത്തും ഭയങ്കര കയ്പ്പ് നൽകും. നമ്മുടെ ബോഡിക്ക് മുഴുവനൊരു കയ്പ്പ് നൽകും ഇത്. അപ്പം 6 മാസം കയ്പ്പിൻ്റെ മാസമാണ്. ഞാനിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സന്ദേശമൊക്കെ കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ പ്രിപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര എളുപ്പമുള്ളൊരു കാലമല്ല.
ആ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് അത് ഒരു എളുപ്പമുള്ള കാലമല്ല. റിഫൈനിങ് ടൈം എന്ന് പറയുന്നത് അത് എളുപ്പമുള്ള കാലമല്ല. ടെസ്റ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് അത് എളുപ്പമുള്ള കാലമല്ല. പരീക്ഷണത്തിൻ്റെ കാലഘട്ടങ്ങൾ, പരിശോധനയുടെ കാലഘട്ടങ്ങൾ അത് എളുപ്പമുള്ളൊരു കാലമല്ല. അത് അഗ്നി പോലെ പരിശോധിക്കുന്ന ഒരു സമയമാണ്. ഇത് ഇവളുടെ ജീവിതത്തിൽ വളരെ കയ്പിൻ്റെ 6 മാസം. എന്നാൽ പിന്നീട് വന്നത് 6 മാസം എന്ന് പറഞ്ഞാൽ അത് പെർഫ്യൂംസിൻ്റെ, സുഗന്ധത്തിൻ്റെ 6 മാസങ്ങൾ. പക്ഷേ ഈ 2 പെർഫ്യൂംസ് ഇങ്ങനെ വെച്ച് ഇങ്ങനെ 6 മാസങ്ങൾ ഈ തൈലത്തിൻ്റെ ഇതിലൂടെ നടത്തുന്ന ചികിത്സയുണ്ടല്ലോ, നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നും. പക്ഷെ അത്ര രസകരമല്ല ഈ ആ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി. പക്ഷേ ഈ കയ്പും കാര്യങ്ങളൊക്കെ ഇവർ അനുഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്കിന്നെല്ലാം വളരെ നല്ലതാവുകയാണ്. അതിൻ്റെ എന്താ പറയുക, തേജസ് കൂടുകയാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ ബ്യൂട്ടിഫിക്കേഷനിലൂടെ അതിനകത്ത് നടക്കുന്നു. ആ മെർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ക്വാളിറ്റീസ് സ്കിന്നിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും എന്തൊക്കെയാണ് സ്കിന്നിന് അത് കൊടുക്കുന്ന ക്വാളിറ്റീസ് എന്നുള്ളത്. ഓക്കെ, അതിലോട്ടൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല, കാരണം ബ്യൂട്ടി ക്ലാസ് അല്ലല്ലോ എൻ്റെ ക്ലാസ് എന്ന് പറയുന്നത്. സോ അവിടെ നമ്മൾ ഇറ്റ് സിംബലൈസസ് എന്താ, ദ സ്പിരിച്വൽ പ്രിപ്പറേഷൻ. Hallelujah. So all we should go through these kind of refining process. ഈ വിധത്തിലുള്ള റിഫൈനിങ് പ്രോസസ്സിലൂടെ നമ്മളെല്ലാവരും കടന്നിരിക്കണം ബിഫോർ വി സ്റ്റെപ്പ് ഇൻ ടു ഗോഡ്സ് പേർപ്പസ്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ആ പദ്ധതിയിലേക്ക് പോകുന്നതിന് മുന്നമേ ഇത്തരത്തിലുള്ള റിഫൈനിങ്, ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയയിലൂടെ നമ്മൾ കടന്നു പോകണം. സോ ഇതൊരു സീസൺ ഓഫ് റിഫൈനിങ് ആണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 26-27 വചനങ്ങളിലേക്ക് വരുമ്പോൾ, ടു മേക്ക് ഹർ ഹോളി, സഭയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പൗലോസ് അപ്പോസ്തലൻ സഭയെയും ക്രിസ്തുവിനെയും കുറിച്ച് പറയുന്നു. അതോടൊപ്പം ചേർത്ത് ഭർത്താവിനെയും ഭാര്യയും ചേർത്ത് പറയുന്നു. അതാണ് ഒരു ഗോഡ്ലി വേ ഓഫ്, ഐഡിയൽ വേ ഓഫ് ഗോഡ്ലി മാരേജ് എന്ന് പറയുന്നത് അതാണെന്ന് ഞാൻ പറഞ്ഞു. അല്ലാതെ എസ്തേറിൻ്റെ പുസ്തകത്തിൽ കാണുന്നതല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് പറയുമ്പോൾ പറയാം, ടു മേക്ക് ഹർ ഹോളി, ക്ലെൻസിങ് ഹർ ബൈ ദ വാഷിംഗ് വിത്ത് വാട്ടർ ത്രൂ ദ വേർഡ്, ആൻഡ് ടു പ്രസന്റ് ഹർ ടു ഹിംസെൽഫ് ആസ് എ റേഡിയന്റ് ചർച്ച് വിതൗട്ട് സ്റ്റെയിൻ ഓർ റിങ്കിൾ ഓർ എനി അതർ ബ്ലെമിഷ് ബട്ട് ഹോളി ആൻഡ് ബ്ലെയിംലെസ്. മലയാളത്തിൽ പറയുന്നത് കറ, വാട്ടം, ചുളുക്കം, മാലിന്യം ഇവയൊന്നുമില്ലാതെ തന്നെ വിശുദ്ധി വെടിപ്പാക്കേണ്ടതിന് ജലസ്നാനത്താൽ എന്ന് ക്രിസ്തു സഭയെക്കുറിച്ച് ചെയ്യുന്നതായിട്ട് പറയുന്നു. ഹല്ലേലൂയ. സോ ഇത് സഭയെ ദൈവം ശുദ്ധീകരിക്കുന്നതിനെ കുറിച്ചാണ്. ഇതുപോലുള്ളൊരു ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയയിലൂടെ ആയിരുന്നു ആര്? എസ്തേർ കടന്നുപോയത്. അതുപോലെ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 7-8 വചനങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ കുഞ്ഞാടിൻ്റെ കല്യാണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? ഫോർ ദ വെഡിങ് ഓഫ് ദ ലാം ഹാസ് കം ആൻഡ് ഹിസ് ബ്രൈഡ് ഹാസ് മെയ്ഡ് ഹിംസെൽഫ് റെഡി. ഇതാ കുഞ്ഞാടിൻ്റെ കല്യാണം വന്നിരിക്കുന്നു, തൻ്റെ കാന്ത താൻ ഒരുങ്ങിയിരിക്കുന്നു. എങ്ങനെയൊക്കെയാ? ഫൈൻ ലിനൻ, ബ്രൈറ്റ് ആൻഡ് ക്ലീൻ, ആൻഡ് വാസ് ഗിവൺ ടു വെയർ. അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ശുഭ്രവസ്ത്രം, തിളങ്ങുന്ന വൃത്തിയുള്ള ഫൈൻ ലിനനുമാണ് അവളെ കർത്താവ് ഉടുപ്പിച്ചിരിക്കുന്നത്. അത് പറയുന്നത് വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികളുടെ ഉടുപ്പാണ് അവളെ ഉടുപ്പിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. നോക്കുക, പ്രിപ്പറേഷൻസ് കണ്ടോ ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ കർത്താവ് നമ്മളെ, ഇന്ന് സഭയെ, നമ്മളെ ഓരോരുത്തരെയും കർത്താവ് ഇതുപോലെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക ദൈവത്തിൻ്റെ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട്. പ്രോസസ് നമ്പർ 2 വേഴ്സസ് 13 to 14 ആണ് പ്രോസസ് നമ്പർ 2. ആദ്യത്തെ പ്രോസസ്സ് ഒരു റിഫൈനിങ്, ശുദ്ധീകരണത്തിൻ്റെ പ്രോസസ്സ് ആയിരുന്നെങ്കിൽ ഇത് എന്താണ്? ഓരോ സ്ത്രീയും വൈകുന്നേരങ്ങളിൽ എന്ത് ചെയ്യണം? രാജാവിൻ്റെ, അവരുടെ അന്തപുരത്തിൽ നിന്ന് പോയി കൊട്ടാരത്തിലേക്ക് പോയിട്ട് രാജാവിനെ പോയി കാണിക്കണം. ഓക്കെ, അങ്ങനെ രാജാവിനെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ദേ ക്യാൻ ആസ്ക് any gifts or anything that time from the officials. ഒഫീഷ്യൽസിൻ്റെ കയ്യിൽ നിന്ന് എന്ത് സമ്മാനവും, കാരണം അത് ഒരുപക്ഷെ അവരുടെ അവസാനത്തെ ദിവസമായിരിക്കാം. രാജാവിനെ കണ്ടു, രാജാവ് ഇഷ്ടപ്പെട്ടില്ല, അവർ വീട്ടിലോട്ട് തിരിച്ചു പോകണം. അപ്പോൾ അന്നത്തെ ദിവസം കിട്ടാവുന്ന മാക്സിമം സമ്മാനങ്ങൾ ഇവർക്ക് മേടിക്കാൻ പറ്റും. അങ്ങനെ മേടിച്ചുകൊണ്ട് ആ സമ്മാനങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് ഈ പെൺകുട്ടികളെല്ലാം തന്നെ രാജാവിനെ കാണുവാനായിട്ട് പോകുന്നത്. അങ്ങനെ ഈച്ച് വിമൻ ദേ ഷുഡ് സ്പെൻഡ് 1 night വിത്ത് ദ കിങ്. രാജാവിനോടൊപ്പം ഒരു രാത്രി അവർ സ്പെൻഡ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദിസ് വാസ് നോട്ട് എ മോറൽ ഓർ ഗോഡ്ലി
മാരേജ് ഓർ പ്രോസസ് ഓർ എനിത്തിങ്. ബട്ട് ഇവിടെ എസ്തറിൻ്റെ കാര്യത്തിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതി തെളിയിക്കാൻ വേണ്ടി ദൈവം അതിലൂടെ അവളെ കടത്തിവിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അടുത്തത് വേഴ്സ് നമ്പർ 15 to 18. 2 പോർഷൻ കൂടെ എനിക്ക് തീർക്കാനുണ്ട്. വേഗത്തിൽ ഞാൻ പോവുകയാണ്. വേഴ്സ് നമ്പർ 15 to 18. അവിടെ നമ്മൾ കാണുന്ന എസ്റ്റർ ബിക്കംസ് ക്വീൻ. എസ്തർ ഒരു രാജ്ഞിയായിത്തീരുന്നു. അവളുടെ പൊസിഷനിങ് ആണ് നമ്മൾ അവിടെ കാണുന്നത്, അവളുടെ സ്ഥാനമാണ് നമ്മൾ അവിടെ കാണുന്നത്. വേഴ്സ് നമ്പർ 15, 15-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, എ നൈറ്റ് വിത്ത് ദ കിങ്, രാജാവിനോടൊപ്പമുള്ള ഒരു രാത്രി. ഈ എ നൈറ്റ് വിത്ത് ദ കിങ് എന്ന് പറയുന്ന ആ വേർഡ് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഈ ഇന്ത്യയിലല്ല, പ്രത്യേകിച്ച് മറ്റ് വിദേശ രാജ്യങ്ങളിൽ, എസ്പെഷ്യലി അമേരിക്കയിലൊക്കെ മിക്കവാറുമുള്ള സ്ത്രീകളുടെ കൂട്ടായ്മയ്ക്ക് കൊടുക്കുന്ന ഒരു പേരാണ് എ നൈറ്റ് വിത്ത് ദ കിങ്. എസ്പെഷ്യലി ഈ രാത്രികളിലൊക്കെ സ്ത്രീകൾ മാത്രം കൂടി വന്ന് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് ഡിന്നർ കഴിക്കുകയും ഒരുമിച്ചുള്ള പല പരിപാടികളൊക്കെ പല സഭകളിലുമുണ്ട്. വളരെ പ്രസിദ്ധി ആർജിച്ച പല സഭകളിലുണ്ട്. ആ സഭകളൊക്കെ അങ്ങനെയുള്ള സമയത്ത് പേര് കേൾക്കുന്നതാണ് എ നൈറ്റ് വിത്ത് ദ കിങ് എന്ന് പറയുന്നത്. ഇവിടെയും ഈ എസ്തറിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാത്രി രാജാവിനോടൊപ്പം, ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. സാധാരണ പുതിയ നിയമത്തിൽ സഭകൾ അത് ചെയ്യുമ്പോൾ അവർ രാജാവിനോടൊപ്പമുള്ള ഒരു രാത്രി സ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ എസ്തറിൻ്റെ ടേൺ വന്നപ്പോൾ അവൾ എന്ത് ചെയ്തു? രാജാവിനെ കാണാൻ പോകുകയാണ്. പക്ഷെ അവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ഷീ റിക്വസ്റ്റഡ് നത്തിങ്. അവൾ ഒന്നും മേടിച്ചില്ല, ഒരു സമ്മാനവും മേടിച്ചില്ല, ഒരു കാര്യവും മേടിച്ചില്ല. രാജാവിനെ കാണുക, തള്ളിക്കളഞ്ഞാൽ നേരെ വീട്ടിൽ പോവും. എനിക്ക് ഇതിന് വേണ്ടിയിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ നടക്കും. അതിൻ്റെ ഇടയിൽ യാതൊരു ലാഭേച്ഛയും എനിക്കില്ല. യാതൊരു വിധമായ രീതിയിലും എന്നെ വശത്താക്കാൻ സാധ്യമല്ല. ഇത് വളരെ വലിയൊരു പാഠമാണ് സഭയുടെ കാര്യത്തിൽ. രാജാവിനെ അല്ലാതെ രാജാവിനെ കാണാൻ പോകുമ്പോൾ മറ്റു പല കാര്യങ്ങളും നമ്മളെ എന്താ പറയുക വശീകരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിലേക്ക് പോകരുത്. അതിനകത്തൊരു പാട്ടുണ്ട് അല്ലേ, മണ്ണെ പ്രതി ഈ മാണിക്യം വെടിയുകയില്ല ഞാൻ എന്ന് പറയുന്നത് ദൈവവേലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മണ്ണിൻ്റെ പല സാധനങ്ങളൊക്കെ കാണും, വന്നും വരും പോകും. അത് വന്നോട്ടെ പോയിക്കോട്ടെ, അതെനിക്ക് മാറ്റർ അല്ല. പക്ഷെ എൻ്റെ കയ്യിലൊരു മാണിക്യമുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. ഭൗതികമായ നന്മകൾ വരും പോകും, ചിലപ്പം പിന്നെയും വരും പിന്നെയും പോകും. അതെനിക്ക് മാറ്റർ അല്ല, പകരം മാണിക്യത്തെ ഞാൻ വിടുകയില്ല എന്ന് പറയുന്ന നിലപാട്. നോക്കൂ, ഇവിടെ നോക്കൂ, ഇതുപോലെ അത് മാത്രമല്ല, അവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കുകൂടെ അവിടെ എഴുതിയിട്ടുണ്ട്. ഹേഗായി എന്താണോ അവളെ ഉപദേശിച്ചത് ആ ഉപദേശം പോലെ തന്നെ what Haggai advised she obeyed. എന്താണോ ഹേഗായ് അഡ്വൈസ് ചെയ്തേ അത് തന്നെ അവൾ അനുസരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഹേഗായ് അവളെ എന്തായിരിക്കും അവളെ അഡ്വൈസ് ചെയ്തിരിക്കുന്ന കാര്യം? മറ്റൊന്നും ആയിരിക്കില്ല. ഹേഗായ് ആരുടെ ആളാ? രാജാവിൻ്റെ ആളാ. അപ്പം രാജാവിന് ഇഷ്ടമുള്ള കാര്യത്തെക്കുറിച്ചായിരിക്കും അവളോട് പറഞ്ഞിട്ടുണ്ടാവുക. മറ്റുള്ളവരോടൊക്കെ ഇത് തന്നെ ഇത്തിരിയൊക്കെ സൂചിപ്പിച്ച് കാണും ഹേഗായ്. പക്ഷെ അവർക്കൊന്നുമില്ല. അവർ ചിന്തിച്ച്, അയ്യോ എൻ്റെ ക്യൂടെക്സ്, ഓക്കെ, എൻ്റെ നെയിൽ പോളിഷ് ഞാൻ ഇങ്ങനത്തെ കളറിൽ പോകണം, എൻ്റെ ഹെയർ സ്റ്റൈൽ ഞാൻ ഇങ്ങനെ ആക്കണം, ഞാനിങ്ങനെ ചുമ്മാ പറയുക, എൻ്റെ ഓർണമെൻറ്റ്സ് ഇങ്ങനെ ആക്കണം എന്നൊക്കെ പറയുക. പക്ഷെ രാജാവിന് ഓർണമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തതായിരിക്കാം ഇഷ്ടം. ഹെയർ സ്റ്റൈൽ മുടി കെട്ടിക്കൊണ്ടു പോകുന്നതായിരിക്കാം ഇഷ്ടം. ഹേഗായിയുടെ ഉപദേശം മറ്റാരും ശ്രദ്ധിച്ചില്ല. പക്ഷേ എസ്തർ മാത്രം അത് ശ്രദ്ധിച്ചു. അതുകൊണ്ട് എസ്തർ എന്ത് ചെയ്തു? രാജാവിന് വേണ്ടുന്ന വിധത്തിൽ മാത്രം അങ്ങോട്ട് ഒരുങ്ങിപ്പോയി. വേറൊന്നും അവൾ നോക്കിയില്ല. അയാളെ കംപ്ലീറ്റ്ലി കണ്ണു അടച്ച് വിശ്വസിച്ച് അയാൾ പറഞ്ഞ ഉപദേശത്തിന് അങ്ങോട്ട് പോയി. ഞാനൊരു കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, ഹേഗായും ഇതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിഴലായിട്ടാണ് വേദപണ്ഡിതന്മാർ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞില്ലേ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതുപോലെ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ കർത്താവിന് വേണ്ടിയിട്ടാണ് ഒരുക്കുന്നത്, നമ്മുടെ പ്രിയൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് ഒരുക്കുന്നത്. ഹല്ലേലൂയ. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനോ മറ്റുള്ളവർ കാണിക്കുന്ന മെത്തേഡുകൾ പകർത്തുന്നതല്ല ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത ഉള്ളത്. പരിശുദ്ധാത്മാവ് നൽകുന്ന മെത്തേഡിൽ പോകുന്നതാണ് ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത്. സോ ഹിയർ ഹ്യൂമിലിറ്റി ആൻഡ് ഒബീഡിയൻസ് ബ്രിങ് ഹർ ഫേവർ. അവളുടെ ആ ഒരു താഴ്മയും ആ അനുസരണവും അവൾക്ക് ആരുടെ? ഹേഗായുടെ പ്രസാദം കിട്ടി. അതുപോലെ തന്നെ എന്താ, രാജകൊട്ടാരത്തിലുള്ള ആളുകളുടെ പ്രസാദം കിട്ടി. രാജാവിൻ്റെ പ്രസാദവും അവൾക്ക് കിട്ടി. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സഹോദരിമാരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് താഴ്മയും അനുസരണവും
ഏത് മേഖലയിലും നമുക്ക് പ്രസാദം കൊണ്ടെത്തിക്കും. അത് പോകുന്നിടത്താണ് ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടാതെ പോകുന്നത്. ഒത്തിരി സഹോദരിമാർ പരാതി പറയാറുണ്ട്, ആളുകൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല, ഇങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല, ഭർത്താവ് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഇന്ന ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല, പാസ്റ്റേഴ്സ് ഇഷ്ടപ്പെടുന്നില്ല, ലീഡർഷിപ്പ് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പല ആളുകളൊക്കെ പറയാറുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത്. താഴ്മയും അതുപോലെ തന്നെ അനുസരണവും അത് ഏതു മനുഷ്യൻ്റെയും ഫേവറിന് അല്ലെങ്കിൽ നമ്മുടെ പ്രസാദത്തിന് നമ്മളൊരു പാത്രമായിട്ട് തീരും. ഹല്ലേലൂയ. വേഴ്സ് നമ്പർ 16, 16-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോഴാണ് രാജാവിൻ്റെ ഫേവർ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. രാജാവിൻ്റെ അടുക്കിലേക്ക് അവൾ എത്തിച്ചേരുന്നത് അവിടെ എഴുതിയിട്ടുണ്ട്, അഹശ്വേരോശ് രാജാവിൻ്റെ വാഴ്ചയുടെ 7-ാം വർഷത്തിൽ 7-ാം ആണ്ടിൽ 10-ാം മാസത്തിൽ എന്നവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വസ്തി രാജ്ഞിയെ പുറത്താക്കിയത് ഏത് വർഷമായിരുന്നു? 3-ാം വർഷം. ഞാൻ പറഞ്ഞില്ലായിരുന്നു, കയറിയതേ ഉള്ളായിരുന്നു. അപ്പോഴേക്കുമായിരുന്നു പുള്ളിക്കാരൻ്റെ വലിയ വിരുന്ന്. 3-ാം വർഷത്തിനും 4-ാം വർഷത്തിനും ഇടയിലായിരിക്കും വസ്തി രാജ്ഞിയെ പുറത്താക്കിയത്. എന്നാൽ 7-ാം വർഷത്തിലേക്ക് വന്നിരിക്കുകയാണ്. കുറച്ചും കൂടെ മെച്യൂറായ ആള്, പൂർണ്ണതയുടെ വർഷത്തിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെയാണ് എസ്തേറിൻ്റെ ആ ഒരു ആഗമനം സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ആ രാജാവിന് അവളെ ഭയങ്കരമായിട്ട് ഇഷ്ടമാകുന്നു. പിന്നെന്താണ്, ഷീ ഒബ്റ്റെയിൻ ഗ്രേസ് ആൻഡ് ഫേവർ ഇൻ ഹിസ് സൈറ്റ്. അങ്ങനെ തന്നെയാണ് അവിടെ പറഞ്ഞത്. ആ രാജാവിന് അവളോട് കൃപയും പ്രസാദവും തോന്നി. അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്ന ബൈബിളിൽ. എന്താണത്? കൃപയും പ്രസാദവും ഇഷ്ടവും തോന്നി. ഹല്ലേലൂയ. നമ്മുടെ സ്വർഗീയ രാജാവിന് നമ്മളോട് കൃപയും ഇഷ്ടവും ഉണ്ട്. ഓക്കെ, എന്നിട്ട് രാജാവ് അപ്പോൾ അതിനുശേഷം ഇത് തോന്നി ഉടൻ തന്നെ അവിടെ എഴുതിയിട്ടുണ്ട്. ഈ 17-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണാം, ഉടൻ തന്നെ പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ആ റോയൽ ക്രൗണൊക്കെ അങ്ങോട്ട് എടുത്ത് അവളുടെ തലയിലേക്ക് എടുത്ത് വെച്ച് അവളെ വസ്തി രാജ്ഞിക്ക് പകരം അവളെ രാജ്ഞിയാക്കി അങ്ങോട്ട് മാറ്റി. വാവ്, പ്രൈസ് ഗോഡ്. അന്ന് രാത്രി തന്നെ അവളൊരു രാജാവായി, ഒരു രാജ്ഞിയായിട്ട് അവൾ മാറ്റപ്പെട്ടു. സോ എ നൈറ്റ് വിത്ത് ദ കിങ് എന്ന് സാധാരണ പറയുന്ന ആ കാര്യത്തിൻ്റെ പ്രത്യേകത ഇതാണ്. ഒരു രാത്രിയിൽ രാജാവുമായിട്ട് കൂട്ടിമുട്ടുന്നു. അതേ രാത്രിയിൽ തന്നെ നേരം വെളുക്കുമ്പോൾ അവൾ ഒരു രാജ്ഞിയായിട്ട് മാറുകയാണ്. ഹല്ലേലൂയ. ഇതൊരു എൻകൗണ്ടറിന് തുല്യമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ, ദൈവമെന്ന രാജാവിനെ നമ്മൾ കണ്ടുമുട്ടിക്കഴിയുമ്പോൾ ഒരു കാര്യം നടക്കും, അവൻ്റെ രാജ്ഞിയായിട്ട് നമ്മൾ മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, 18-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവളെ പിന്നീട് അവിടെ അദ്ദേഹം ഒരു വലിയ വിരുന്ന് നടത്തുന്നതായിട്ട് കാണാം. ഒരു ഗ്രേറ്റ് ഫീസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അതിനിടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി എസ്തർ എന്ന് പറയുന്ന ഈ പെൺകുട്ടിക്ക് എന്താണൊരു യോഗ്യത? ഭയങ്കര പഠിച്ചിട്ടുള്ള പെൺകുട്ടിയാണോ? ഭയങ്കര അഡ്മിനിസ്ട്രേഷനുള്ള കപ്പാസിറ്റിയുള്ള പെൺകുട്ടിയാണോ? അല്ലെങ്കിൽ വേറെ വല്ല കഴിവുകളുള്ള പെൺകുട്ടിയാണോ അവൾ? അങ്ങനെ കഴിവുകളൊന്നും നമ്മൾ കാണുന്നില്ല അവൾക്ക്. പ്രത്യേകിച്ച് അവളെ കാണാൻ കൊള്ളായിരുന്നു, അത് മാത്രമായിരുന്നു അവൾക്കുള്ള കഴിവ്. ലോകപ്രകാരം നോക്കിയാൽ അവൾക്കുള്ള ഏക കഴിവ് കാണാൻ കൊള്ളാം എന്ന് പറയുന്ന രൂപഗുണമുള്ള ഒരു പെൺകുട്ടി, അത് മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ കാണുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ അവൾ ഒരു ബ്യൂട്ടി ലേഡി അല്ലെങ്കിൽ ഒരു സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീ മാത്രമായിരുന്നു. എന്നാൽ ദൈവത്തിന് അവളോടുള്ള പ്രസാദത്താലാണ് അവൾ എന്തായിത്തീർന്ന് ഒരു രാജ്ഞിയായിട്ട് മാറ്റപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഉന്നമനങ്ങൾ, ഉയർച്ചകൾ ഒക്കെ വരുന്നത് ദൈവത്തിൻ്റെ പ്രസാദത്താലാണ്. ഉയർച്ചകൾ എല്ലാം ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി 18-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ആ ഗ്രേറ്റ് ഫീസ്റ്റിലേക്ക് പോവുകയാണ് ഞാൻ. അവിടെ ഒരു വലിയ ഉത്സവം അല്ലെങ്കിൽ ഒരു വിരുന്ന് രാജാവ് ഒരുക്കിയാണ്. കാരണം എന്താ? എസ്തേറിനെ രാജ്ഞിയാക്കി മാറ്റിയതിൻ്റെ പേരിൽ പിന്നെ എന്ത് ചെയ്യുക, അവിടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും തന്നെ എന്ത് കൊടുത്തു, ഒരു ഹോളിഡേ ഒക്കെ പ്രഖ്യാപിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെ റോയൽ ഫീസ്റ്റ് അവിടെ കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ നല്ലൊരു പൊസിഷനിലേക്കാണ് അവൾ വരുന്നത്. അങ്ങനെ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, പ്രൊമോഷൻ കംസ് ഫ്രം ദ ലോർഡ്. ഉയർച്ച വരുന്നത് ദൈവത്താലാണ്, മനുഷ്യരാലല്ല. അതെപ്പോഴും മനസ്സിലാക്കുക. നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഈ മനുഷ്യൻ എന്നെ ഉയർത്തും, ഈ മനുഷ്യനാലാണ് എനിക്കിതൊക്കെ വരുന്നതെന്ന് ചിന്തിക്കും. ഞാൻ എത്രയോ വട്ടം ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ, ഇന്ന ആളുകളിലൂടെ ഇന്നതുപോലെയൊക്കെ സംഭവിക്കും എന്നൊക്കെ ചിന്തിക്കുകയും ഭാവന കാണുകയും സ്വപ്നം കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ആളുകളൊന്നും അനങ്ങിയിട്ട് പോലുമില്ല.
അപ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലായി ഉയർച്ച ഉണ്ടാകുന്നത് ദൈവത്താലാണ്. അത് മനുഷ്യരെ ദൈവം ചില സമയത്ത് ഉപയോഗിക്കുമായിരിക്കും, പക്ഷെ സത്യത്തിൽ ഉയർച്ച ഉണ്ടാകുന്നത് ദൈവത്താൽ ആണ്. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ നമ്മൾ ഒരിക്കലും എസ്തർ മനഃപൂർവ്വമായിട്ട് ആ ഒരു ത്രോണിന് വേണ്ടി ഒന്നും ശ്രമിച്ചില്ല. ബട്ട് ഗോഡ് പ്ലേസ്ഡ് ഹെർ there. പക്ഷെ ദൈവം അവളെ അവിടെ കൊണ്ടെത്തിച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 75-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 7 വരെയുള്ള വചനങ്ങളിലേക്ക് വന്നാലും, സങ്കീർത്തനങ്ങൾ 75, Psalms chapter 75 verses 6 to 7, it says no one from the east or the west. അവിടെ മലയാളത്തിൽ പറയുന്ന ഉയർച്ച വരുന്നത് കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, പിന്നെന്താണ്, തെക്ക് നിന്നല്ല. ഇറ്റ് ഈസ് ഗോഡ് ഹൂ ജഡ്ജസ്, ഹി ബ്രിങ്സ് വൺ ഡൗൺ ആൻഡ് ഹി എക്സോൾട്ട്സ് അനദർ. ഒരുവനെ ഉയർത്തുന്നതും ഒരുവനെ താഴ്ത്തുന്നതും യഹോവയത്രേ. അപ്പോൾ ഉയർച്ചകളിലേക്ക് ഒരാൾ കയറിപ്പോകുമ്പോൾ നമ്മൾ അസൂയപ്പെടുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ചിന്തിക്കണം, അയാളെ ദൈവം ഉയർത്തിയതാ. താഴ്ചയിലേക്ക് പോകുമ്പോഴും എന്തോ സംഭവിച്ചിട്ടുണ്ട്, നമ്മൾ തിരിച്ചറിയണം. അത് വീണ്ടും ഉയർച്ചയിലേക്ക് വരാൻ, ദൈവസന്നിധിയിലേക്ക് വീണ് കിടന്ന് അതിൻ്റെ ഉയർച്ചയിലേക്ക് വരാൻ നമ്മൾ തീരുമാനിക്കണം. പലപ്പോഴും ആ താഴ്ചയിൽ പോകുമ്പോൾ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് കരുതുന്ന ചില ആളുകളുണ്ട്. ആ താഴ്ച ഒരു പ്രത്യേക സീസണിലാണെങ്കിൽ അത് ഓക്കെ, ദൈവ പദ്ധതിയായിരിക്കാം. പക്ഷേ ജീവിതം മുഴുവൻ താഴ്ചയിലൂടെയാണെങ്കിൽ നോ, നെവർ, ഒരിക്കലുമല്ല. അതിനെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ദൈവ പദ്ധതിയിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ടതാണ്. ഓക്കെ, നമ്പർ 6, 6ാമത്തെ ഇതിനകത്തെ മെയിൻ പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. വേഗത്തിൽ പോവുകയാണ്. നോ ദ ടൈമിംഗ് ഓഫ് ഗോഡ്. ഞാൻ ഇന്ന് കുറച്ച് നേരം കൂടുതൽ എടുക്കുന്നുണ്ട്. ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ ചിന്തിക്കുവാണ്. ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? ഞാൻ ഇതിനകത്ത് നോക്കുക ബുദ്ധിമുട്ടില്ല എന്നുള്ളത്. ഓക്കെ, നോ ദ ടൈമിങ്സ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സമയത്തെ തിരിച്ചറിയുക. വേഴ്സസ് 19 to 20, 19 മുതൽ 20 വരെയുള്ള വചനങ്ങളിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവിടെ 19ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണാൻ പറ്റുന്ന വീണ്ടും സെക്കൻഡ് ലെവൽ ഓഫ് സ്ത്രീകളുടെ ഒരു സെലക്ഷൻ നടക്കുന്നുണ്ട്. അവിടെ വീണ്ടും സ്ത്രീകൾ അവിടെ വന്നിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അതുകൊണ്ടാണ് എസ്തർ ഇത്രയും ഭയപ്പെട്ടത് മറ്റ് ചാപ്റ്ററിലൊക്കെ വരുമ്പം. കാരണം ഈ തലയിൽ ഈ കിരീടമൊക്കെ എടുത്തു വെച്ചാലും വസ്തീനെ പുറത്താക്കിയ പോലെ ഒരു നിമിഷം മതി പുള്ളിക്കാരന്. കാരണം റാഷ് ഡിസിഷൻസ് എടുക്കുന്ന ഒരു പുള്ളിക്കാരനാണ്. ഈ പുള്ളിക്കാരന് വീണ്ടും നിമിഷം മതി. വീണ്ടും ക്യൂ ആയിട്ട് പെണ്ണുങ്ങളിങ്ങനെ നിൽക്കുക. എന്തിനു വേണ്ടി? സെലക്ഷന് വേണ്ടി. അതാ 19ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത്. സെക്കൻഡ് ടൈം വെർജിൻസ് അസംബിൾഡ്, അതാണ് അവിടെ കാണുന്നത്. ബട്ട് 20ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ എസ്തർ ഒരിക്കലും ഈ രാജ്ഞിയായിട്ട് തലയിൽ കിരീടമൊക്കെ വെച്ചിരിക്കുക എസ്തർ. പക്ഷെ അവൾ ഒരിക്കലും ഷീ ഹാഡ് നോട്ട് റിവീൽഡ് ഹെർ ഫാമിലി ഓർ ഹെർ നേഷൻ എനി നെയിംസ്. ഒന്നും അവൾ റിവീൽ ചെയ്തില്ല. പക്ഷേ എന്താ കാര്യം? മൊർദെഖായി അവൾക്ക് അതിനുള്ളൊരു ചാർജ് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് എപ്പോഴും വിസ്ഡം ഇൻ വെൻ ടു സ്പീക്ക് ആൻഡ് വെൻ ടു ബി സൈലൻറ്റ്. വിസ്ഡം എന്ന് പറയുന്നത് എപ്പോൾ സംസാരിക്കണം, എപ്പോൾ മിണ്ടാതിരിക്കണം എന്നുള്ളതാണ്. ഇത് സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. എപ്പോൾ സംസാരിക്കണം, എപ്പോൾ മിണ്ടാതിരിക്കണം. എല്ലായ്പ്പോഴും മിണ്ടാതിരിക്കരുത്, എല്ലായ്പ്പോഴും സംസാരിക്കരുത്. ചില സമയത്ത് നമ്മൾ സംസാരിക്കണം, ചില സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കണം. ഇതൊരു വിസ്ഡമാണ്, അതൊരു ജ്ഞാനമാണ്. അത് കുടുംബജീവിതത്തിലാണെങ്കിലും, നിങ്ങളുടെ ഓഫീസിലാണെങ്കിലും, നിങ്ങളുടെ വർക്ക് പ്ലേസിലാണെങ്കിലും, നിങ്ങളായിരിക്കുന്ന എവിടെയാണെങ്കിലും ശരി, ചില സമയത്ത് മിണ്ടണം, ചില സമയത്ത് മിണ്ടരുത്. മിണ്ടാതിരിക്കേണ്ട സമയത്ത് മിണ്ടിയ പ്രശ്നം ഉറപ്പാണ്. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 19ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് യേശുവിൻ്റെ അമ്മയായ മറിയയെക്കുറിച്ച് കാണാം. അവിടെ പറയുന്നത്, ബട്ട് മേരി ട്രഷേർഡ് അപ്പ് ഓൾ ദീസ് തിങ്സ് ആൻഡ് പോണ്ടേർഡ് ദം ഇൻ ഹർ ഹാർട്ട്. അവിടെ പറയുന്നത് മറിയ സകല കാര്യങ്ങളും, ദൂതൻ വന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും, നിനക്കൊരു വലിയ പുത്രൻ ഉണ്ടാവാൻ പോവുക, നാട്ടുകാരെ മുഴുവൻ രക്ഷിക്കുന്ന പുത്രൻ, ലോകത്തിൻ്റെ രക്ഷിതാവ് ജനിക്കാൻ പോവുക, ഇതെല്ലാം അതിനുശേഷം നടന്ന ഓരോ സംഭവങ്ങൾ, അവൻ്റെ ജനനത്തിൽ ഇതാ പറയുന്ന ഓരോ ആളുകളും വന്ന് കണ്ടത്, പൊന്ന് മൂര് കുന്തിരിക്കം മുഴുവൻ തന്നത്, അതുപോലെ പ്രവാചകന്മാർ ദൈവാലയത്തിൽ നിന്ന് പ്രവചിക്കുന്നത്, എല്ലാം 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 അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഒന്നും പുറത്തു പറഞ്ഞ് വലിയ ആളാവാൻ നടന്നില്ല. ഓക്കെ, സോ ഞാൻ അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. 21 മുതൽ 23 വരെയുള്ള വചനങ്ങൾ. സ്മോൾ ആക്ട്സ് ഓഫ് ഫെയ്ത്ത്ഫുൾനെസ് ലീഡ് ടു ഗ്രേറ്റർ റിവാർഡ്സ്. സ്മോൾ ആക്ട്സ് ഓഫ് ഫെയ്ത്ത്ഫുൾനെസ് ലീഡ് ടു ഗ്രേറ്റ് റിവാർഡ്.
വിശ്വസ്തതയുടെ ചില ചെറിയ പ്രവൃത്തികൾ വലിയ പ്രതിഫലങ്ങളെ കൊണ്ടെത്തിക്കും. വിശ്വസ്തതയുടെ ചെറിയ പ്രവൃത്തികൾ വലിയ പ്രതിഫലങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകും. 21 വചനത്തിലേക്ക് വരുമ്പോൾ എ സ്മോൾ ആക്ട് ഓഫ് ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തതയുടെ ആ ചെറിയ കാര്യം നമുക്കവിടെ കാണാം. എന്താണ് അവിടെ കാണുന്നത്? അവിടെ പറയുന്ന ആ കാലഘട്ടത്തിൽ തന്നെ എസ്തേർ രാജ്ഞിയായിട്ടിരിക്കുക. ആ കാലഘട്ടത്തിൽ തന്നെ മൊർദെഖായി ഒരു ദിവസം രാജാവിൻ്റെ ഗേറ്റിൻ്റെ അടുത്തിരിക്കുന്ന സമയത്ത് രാജാവിൻ്റെ പ്രധാന അംഗരക്ഷകരായിട്ടുള്ള 2 യൂനക്സ്, 2 ആരാ പറയുക, ഈ 2 യൂനക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷണ്ണന്മാരായിട്ടുള്ള 2 പേർ, ബിഗ്ദാന ആൻഡ് ടെറേഷ് എന്ന് പറയുന്ന 2 പേര്, അവർ 2 പേരും കൂടി രാജാവിനെ കയ്യേറ്റം ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്ന പ്ലാനിങ് അദ്ദേഹം അവിടെ നിന്നിട്ട് കേട്ടു. സോ എന്ത് സംഭവിച്ചു? പക്ഷെ മൊർദെഖായി ഈ കാര്യങ്ങളെല്ലാം തന്നെ എസ്തേറിനോട് പറയുകയാണ്. ഈ പ്ലോട്ടിനെ കുറിച്ചും ഈ പ്ലാനിനെ കുറിച്ചും ഈ പദ്ധതികളെക്കുറിച്ചെല്ലാം പറയുന്നു. എസ്തേർ എന്ത് ചെയ്യുന്നു? ഈ കാര്യങ്ങളെല്ലാം തന്നെ രാജാവിന് ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. എന്നിട്ട് രാജാവിനോട് പറയുന്നു, ആര്? മൊർദെഖായിയാണ് ഇങ്ങനെ പറഞ്ഞു തന്നതെന്നും കൂടി പറയുന്നുണ്ട്. എസ്തേറിൻ്റെ ഒരു നല്ല സ്വഭാവം കാണണേ ഇവിടെ നിന്ന്. അതായത് തനിക്ക് വേണമെങ്കിൽ രാജാവിനെതിരെ എനിക്കൊരു വാർത്ത കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെയാണ് വാർത്ത എന്ന് പറഞ്ഞിട്ട് അവൾക്കൊരു വലിയ ആളാകാമായിരുന്നു. പക്ഷെ അവളെ വളർത്തി വലുതാക്കിയ ആ ചിറ്റപ്പനെ അവൾ മറന്നില്ല. ആ ചിറ്റപ്പൻ്റെ പേരും അവളവിടെ പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് വലിയൊരു പാഠമാണ് സഹോദരിമാരെ. നമ്മളെയൊക്കെ വളർത്തി വലുതാക്കി ഒരു സ്ഥാനത്ത് കൊണ്ടെത്തിച്ചവർ പല ആളുകളും, അത് ശുശ്രൂഷയുടെ മേഖലയിലാകാം, വിശ്വാസത്തിൻ്റെ മേഖലയിലാകാം, വീട്ടിനകത്താകാം, ആര് തന്നെയാണെങ്കിലും നമ്മളവരെ മറക്കരുത്. അതെന്നും ഒരു പാഠമായിരിക്കണം നമുക്ക്. സോ വേഴ്സ് നമ്പർ 23 വരുമ്പോൾ അതേ ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്മോൾ ആക്ട് ഓഫ് ഫെയ്ത്ത്ഫുൾനെസ് ലീഡ് ടു ഗ്രേറ്റർ റിവാർഡ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ തന്നെ വേഴ്സ് നമ്പർ 23 വരുമ്പോൾ ഗോഡ്സ് ഡിലേസ് ആർ നോട്ട് ഹിസ് ഡിനയൽസ്. ദൈവത്തിൻ്റെ വൈകലുകൾ ദൈവം നമ്മെ ഉപേക്ഷിച്ചു എന്നതല്ല അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെ ഇത് രാജാവിനോട് പറഞ്ഞു കഴിഞ്ഞപ്പം രാജാവ് പെട്ടെന്ന് ആ 2 ആളുകളെയും വിളിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം, കുറ്റങ്ങളെല്ലാം ചാർജ് ചെയ്ത് അവരെ 2 പേരെയും കഴുമരത്തിൽ അവരെ 2 പേരെയും തൂക്കിക്കളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? മൊർദെഖായി ചെയ്ത ഈ പ്രവൃത്തിയെ, ആ ലോയൽറ്റിയെ, ആ കൂറിനെ അന്നത്തെ ബുക്ക് ഓഫ് ക്രോണിക്കിൾസിൽ അദ്ദേഹത്തിൻ്റെ ഈ കാര്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്തു? എഴുതി വെച്ചു. അവിടം കൊണ്ട് തീർന്നു. ഒന്നും അദ്ദേഹത്തിന് അന്നേരം കൊടുത്തില്ല. മൊർദെഖായിക്ക് യാതൊരു ബഹുമാനവും കൊടുത്തില്ല. ആകെയുള്ളത് അത്രയും വലിയ രാജാവിനെതിരെയുള്ള പ്രശ്നം ചെയ്ത ആളുകളെ കൊന്നുകളഞ്ഞതൊക്കെ എല്ലാവരും അറിഞ്ഞു. അവർ പ്രശ്നം ഉണ്ടാക്കിയതാണെന്നും എല്ലാവരും അറിഞ്ഞു. പക്ഷെ റിപ്പോർട്ട് കൊടുത്ത ആളെപ്പറ്റി ആരും അറിഞ്ഞില്ല. അതൊരു പുസ്തകത്തിൽ ചുമ്മാ എഴുതി വെച്ചത് മാത്രമേ ഉള്ളായിരുന്നു. സോ ഫെയ്ത്ത്ഫുൾനെസ് ഇൻ സ്മോൾ തിങ്സ് മാറ്റേഴ്സ്. എപ്പോഴും മനസ്സിലാക്കുക, വിശ്വസ്തത എന്ന് പറയുന്നത് ചെറിയ കാര്യത്തിലാണ്. ഒരു ചെറിയ കാര്യമായിരുന്നു, പക്ഷെ അതൊരു വലിയ അപകടം കൊണ്ടുവരേണ്ട ഒരു കാര്യമായിരുന്നു. സോ ഇവിടെ നമ്മൾ കാണുന്നത് മൊർദെഖായി അവിടെ ഡിനൈ ചെയ്യപ്പെട്ടു, തള്ളപ്പെട്ടു. പക്ഷേ എന്നും എന്നേക്കും അവൻ തള്ളപ്പെട്ടില്ല. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ വ്യത്യാസങ്ങൾ നമ്മൾ കാണും. ആ ചാപ്റ്ററുകൾ എത്തുമ്പോൾ നമുക്കത് പഠിക്കാൻ സാധിക്കും. സോ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ ഒരു വചനം കൂടെ ഞാൻ വേഗത്തിൽ വായിക്കുകയാണ്. Whoever can be trusted with very little can also be trusted with much, and whoever is dishonest with very little will also be dishonest with much. അവിടെ പറയുന്ന അല്പത്തിൽ വിശ്വസ്തനാണെങ്കിൽ, എന്തെങ്കിലും ചെറിയൊരു കാര്യത്തിൽ നിങ്ങൾ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കും. അല്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് ഉള്ളതും കൂടെ എടുത്തിട്ട് ഉള്ളവന് അത് കർത്താവ് കൊടുക്കും. അതുകൊണ്ട് എപ്പോഴും ചെറിയ കാര്യത്തിൽ നമ്മൾ വിശ്വസ്തരായിട്ട് മാറി ഇരിക്കണം. സോ മൊർദെഖായിയുടെ കാര്യത്തിൽ നമ്മൾ കാണുന്ന ഗോഡ്സ് ഡിലേസ് ആർ നോട്ട് ഹിസ് ഡിനയൽസ്. ദൈവം വൈകുന്നു എന്ന് കരുതിയിട്ട് ദൈവം നമ്മെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ചില സമയത്ത് നമ്മൾ ഇമ്മീഡിയറ്റ് റിസൾട്ടുകൾ നമ്മൾ കാണത്തില്ല. എന്തുകൊണ്ട് അപ്പം തന്നെ റിസൾട്ട് കാണാത്തത്? ദൈവത്തിന് അതിൻ്റെ പലിശയും അതിൻ്റെ കൂട്ടുപലിശയും ചേർന്ന് നിങ്ങൾക്ക് അങ്ങനൊരു പ്രതിഫലം തരാൻ അവന് പദ്ധതിയുള്ളത് കൊണ്ടാണ് ചില നാളുകൾക്ക് വേണ്ടിയിട്ട് അവനതിനെതിരെ മാറ്റി വെക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ സമയം ഇപ്പോൾ ആയിട്ടില്ലെന്നേ ഉള്ളൂ. നിങ്ങളുടെ സമയം വരും നിശ്ചയം. അതിനുവേണ്ടി അത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് വലിയ പ്രതിഫലങ്ങൾ നിങ്ങൾ പ്രാപിക്കുക തന്നെ ചെയ്യും. സോ കീ ലെസൺസ് ഫ്രം എസ്റ്റർ ചാപ്റ്റർ 2 എന്തൊക്കെയാണ്? നമ്പർ 1, ഗോഡ് പൊസിഷൻസ് us ഫോർ ഹിസ് പേർപ്പസ്.
അവൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി ദൈവം നമ്മെ പൊസിഷൻ ചെയ്യുന്നു, ദൈവം നമ്മെ സ്ഥാപിക്കുന്നു. അവൻ്റെ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ സ്ഥാപിക്കുന്നത്. എസ്തറിനെ സംബന്ധിച്ചിടത്തോളം അവൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ അവൻ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. അവളുടെ ജീവിതത്തിലെ ഒറ്റപ്പെടലുകൾ, ഒറ്റയ്ക്ക് മാറി നിന്ന അവസ്ഥകൾ, അത് അവളുടെ ജീവിതത്തിലൊരു നന്മയായി തീർക്കപ്പെട്ടു. നമ്പർ 2, ഗോഡ്സ് ഫേവർ ഓപ്പൺസ് ഡോർ. ദൈവത്തിൻ്റെ പ്രസാദം വാതിലുകളെ തുറക്കുന്നു. ഒരു ദൈവപ്രസാദം നമുക്കുണ്ടായാൽ തനിയെ വാതിൽ തുറക്കും. ഇടിച്ച് തള്ളി തുറക്കേണ്ട ഒരാവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് അത് നിങ്ങളുടെ മുന്നിൽ വന്ന് തുറന്നിരിക്കും. വലിയ വാതിലുകൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നത് ഉപവാസത്തിൽ ഞാൻ കാണുകയാണ്. വലിയ വാതിലുകൾ, ദൈവപ്രസാദത്താൽ വലിയ വാതിലുകൾ കർത്താവ് തുറക്കുന്നത് ഞാൻ കാണുകയാണ്. താങ്ക് യു ലോർഡ്. ദെൻ നമ്പർ 3, പ്രിപ്പറേഷൻ പ്രസീഡ്സ് പ്രൊമോഷൻ. ഒരുക്കം ഉയർച്ചയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നു. ഒരു വർഷത്തെ മുഴുവൻ പ്രിപ്പറേഷൻ, പക്ഷെ പിന്നീട് അങ്ങോട്ട് ഒരു രാജപത്നിയായി, രാജ്ഞിയായി അവൾ മാറ്റപ്പെടുകയാണ്. ഈ ഒരുക്കത്തിൻ്റെ സമയം കയ്പുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്. മാറിപ്പോകല്ലേ, അവിടെ തന്നെ നിൽക്കണേ. വരുന്ന ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ ഉയർന്ന സ്ഥാനത്തെ കൊണ്ടുപോകുന്നത് നിങ്ങൾ കാണാൻ പോകുകയാണ്. മറ്റുള്ളവർ കാണുകെ ദൈവം നിങ്ങളെ മാനിക്കാൻ പോകുകയാണ്. നമ്പർ 4, വിസ്ഡം ഇൻ വെൻ ടു സ്പീക്ക് ആൻഡ് വെൻ ടു ബി സൈലൻറ്റ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, എപ്പോൾ സംസാരിക്കണം, എപ്പോൾ സംസാരിക്കാതിരിക്കണം എന്നുള്ള ജ്ഞാനം പരിശുദ്ധാത്മാവ് ഈ 2-ാമത്തെ അധ്യായത്തിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്നിരിക്കുകയാണ്. ഈ സമയം കൈകൾ ഉയർത്തി ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നിതിൽ പങ്കുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇവരുടെ ജീവിതത്തിൽ ചില പൊസിഷനുകളിലേക്ക് പരിശുദ്ധാത്മാവയുടെ കയറ്റാൻ പോകുന്നതിനായി നന്ദി. കർത്താവെ, അങ്ങയുടെ ആ ഫേവർ, ആ രാജാവിൻ്റെ ആ പ്രസാദം, അത് അവളുടെ മുന്നിൽ കർത്താവെ വാതിലുകൾ തുറന്നതുപോലെ ഇന്ന് സ്വർഗത്തിലെ കർത്താവിൻ്റെ പ്രസാദത്താൽ വാതിലുകൾ ഇവർക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ. കർത്താവെ, എത്ര പേർ 2 കൈയും നിങ്ങളുടെ വായോട് ചേർത്ത് ഇതുപോലെ വയ്ക്കും കർത്താവെ, എന്നിട്ട് പ്രാർത്ഥിച്ച്, കർത്താവെ, എപ്പോൾ സംസാരിക്കണം, എപ്പോൾ സംസാരിക്കാതിരിക്കണം, പരിശുദ്ധാത്മാവെ ആ ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ എസ്തറിൻ്റെ മേൽ കൊടുത്തതുപോലെ എനിക്ക് നൽകണമേ. മൊർദെഖായി ഉപദേശിച്ചതുപോലെ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ നീ മിണ്ടരുത്, ഇപ്പോൾ നീ മിണ്ടിക്കോ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ ശബ്ദം എൻ്റെ ചെവിയിൽ ഞാൻ കേൾക്കട്ടെ. അപ്പാ, ഇന്ന് പങ്കെടുക്കുന്ന എല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കട്ടെ, അനുഗ്രഹങ്ങൾ ഉണ്ടാക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ പല ആളുകൾക്കും പ്രത്യേകിച്ച് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ബൈ.